മിന്നാമിന്നി മിന്നണ കണ്ടേ, താരാജാലം ചിരിതൂകുന്നുണ്ടേ. പോരുന്നു കൂട്ടിനായി ഒരു നല്ലൊരു വീടുണ്ട്, അതിലുള്ളൊരു സ്നേഹക്കടലിൽ മുത്തുപെറുക്കാൻ പോരുന്നു. നേരാണേ നേരാണേ സുഖമാണോ ദാരിരേ. മിന്നാമിന്നി മിന്നണ കണ്ടേ, താരാജാലം ചിരിതൂകുന്നുണ്ടേ. അപ്പൂപ്പൻ താടി കണക്കെ പാറി നടക്കും മനസ്സാണേ ഇത്. മോഹങ്ങൾ ചിറകു മുളയ്ക്കും പ്രായം കൗമാരം. മൂത്തോരുടെ വാക്കുകളെല്ലാം ആദ്യം കഴിക്കും പിന്നെ രസിക്കും. നാട്ടിൽ ഇത് പണ്ടേ ഉള്ളൊരു ചൊല്ലാണേ. ഇവിടെല്ലാവർക്കും സുഖമാണേ, ഇത് ഞങ്ങളുടെ കഥയാണേ. ഇത് കേൾക്കാനായി പോരുന്നോ, നേരുള്ളൊരു കഥയാണേ. മേഘത്തിൻ മഞ്ചലിലേറിപ്പോകുമ്പോൾ സ്വപ്നത്തിൽ തീർത്തൊരു ലോകം കാണാലോ. നേരാണേ നേരാണേ സുഖമാണോ ദാരിരേ. മിന്നാമിന്നി മിന്നണ കണ്ടേ, താരാജാലം ചിരിതൂകുന്നുണ്ടേ. പോരുന്നോ കൂട്ടിനായി ഒരു നല്ലൊരു വീടുണ്ട്, അതിലുള്ളൊരു സ്നേഹക്കടലിൽ മുത്തുപെറുക്കാൻ പോരുന്നോ. സുഖമാണോ ദാരിരേ. നേരാണേ നേരാണേ സുഖമാണോ ദാരിരേ. ഈ ഇടവകയിൽ ഇതെൻ്റെ അവസാന രാത്രിയാണ്. നാളെ പുതിയ ഇടവകയിലേക്ക്. ഓരോ ഇടവകയും എനിക്കൊരോ പാഠശാലയും കൂടിയാണ്. ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളെയും പ്രത്യേകതയുള്ള ചില മനുഷ്യരെയുമൊക്കെ എനിക്കിവിടെ പഠിക്കാൻ സാധിക്കാറുണ്ട്. 4 വർഷത്തെ ദൈവവേലയ്ക്ക് ശേഷം ഞാൻ ഈ ഇടവകയിൽ നിന്നും നാളെ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ 2 പേര് കൂടി ഉണ്ടാവും, ദാവിദും ജോയലും. പുതിയ ഇടവകയിലെ ആദ്യ പ്രസംഗം അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാവും തുടങ്ങുന്നത്. പടച്ചോനെ ഓർത്ത് ജീവിക്കാൻ അനുവദിക്കണം. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. താൻ മാത്രമല്ല, ഈ കാണുന്ന സകലരും നിന്നേക്ക് ഇവിടുന്ന് ഒഴിപ്പിക്കാൻ എനിക്ക് ഒരുത്തനെയും സഹായം വേണ്ടടാ. അയ്യോ വേണ്ട അനന്ത, വേണ്ട ദൈവമേ, ഈ കളക്ടറെ വിളിക്കാൻ പോയത് ആ വീട്ടിലെവിടെയാ? എന്താ കളക്ടർ എത്തിയോ? വരും. എപ്പോ? കളക്ടർ ഉടൻ വരും. അതെ, കളക്ടർ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. കേട്ടല്ലോ, കളക്ടർ വരട്ടെ. സാർ, ആരാണ് നിന്റെ കളക്ടർ? എന്റെ കളക്ടർ അല്ല, ഈ നാടിന്റെ കളക്ടർ. എന്റെ അനിയൻ ജോയലാ കളക്ടർ. അവനെ പഠിപ്പിച്ച് കളക്ടറാക്കിയതേ ഇവരെ പോലുള്ള പാവങ്ങളുടെ ന്യായങ്ങൾ തീരുമാനിക്കാനാണ്. അവൻ വരും. ജോയൽ. കളക്ടർ ജോയൽ, കളക്ടർ ജോയൽ, കളക്ടർ ജോയൽ. എന്താ വേണ്ട സാറേ, വേണ്ട, ഞങ്ങൾ മാറിക്കോളാം. ഒരു പ്രശ്നവും വേണ്ട, ഞങ്ങൾ മാറിക്കോളാം. ജോയൽ ഇറങ്ങണോ? വേണ്ട. അയ്യോ, എന്നെ വെടിവെച്ച്. അയ്യോ,
അമ്മേ, നോക്കട്ടോ, നീ രക്ഷപ്പെട്ടോ? ചേട്ടായി ആ, അമ്മേ. ചേട്ടായി ചേട്ടായി സ്വപ്നായിരുന്നോ? ഇന്ന് എന്തായിരുന്നു? കളക്ടർ വണ്ടിയുമാരെങ്കിലും ബോംബെറിഞ്ഞോ അതോ കളക്ടർ മുഖ്യമന്ത്രി ചീത്ത പറഞ്ഞോ? അമ്മച്ചി ഉറങ്ങിയില്ലായിരുന്നോ? നിന്റെ സ്വപ്നം കഴിഞ്ഞിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചു. ആ, ഇന്നത്തെ കഥ പറ. എന്തായിരുന്നു ഇന്നലെ? കയ്യടിയല്ലായിരുന്നോ? ഇന്ന് നിലവിളിച്ച എന്നാത്തിനാ? അത് ഒന്നുമില്ല. അമ്മച്ചിയല്ലേ, പോ. ആ, പറയടാ. സീരിയല് കാണുന്നത് പോലെ ഇതങ്ങ് ശീലമായിപ്പോയി. നല്ല ശീലം. ഒരു വെടി കൊണ്ടതാ. വെടിയോ? ആരാ വെടിവെച്ചേ? അത് നിനക്കങ്ങ് ഒഴിഞ്ഞു മാറാൻ മേലായിരുന്നോടാ? പറ, ആരാ വെടിവെച്ചേ? കഴിഞ്ഞ ദിവസം കണ്ടോലാന്നോ? ആ, ഏതോ മുതലാളിയുടെ ഗുണ്ടകളെന്ന് കളക്ടറെ. ഒന്നും ഓർമ്മയില്ല. അമ്മച്ചി ഇന്ന് ഇറന്നേ, ചെല്ല്. നേരം വെളുത്തോട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, നിന്നെ കളക്ടറാക്കാൻ ചേട്ടായിപ്പെടുന്ന പാട് കണ്ടോ? ചേട്ടായി ചേട്ടായി ഒന്ന് നേരാവണ്ണം ഉറങ്ങിക്കേ. ഞാൻ എന്തേലൊക്കെ ആവും. അങ്ങനെ എന്തേലൊക്കെ ആയാ പോരാ. കളക്ടർ തന്നെ ആവാം. സത്യം ആ, എന്റെ മനസ്സില് അതങ്ങ് കേറിപ്പോയടാ. വാ, കെട്ടിപ്പിടിച്ചോ. ഉടുക്കാനൊരു പച്ചിലമുണ്ട്, തുടിക്കാനൊരു ചക്കരത്തോട്, കുറുമ്പേ നീ വാവോ. ഉടുക്കാനൊരു പച്ചിലമുണ്ട്, തുടിക്കാനൊരു ചക്കരത്തോട്, കുറുമ്പേ നീ വാവോ. മുത്തുകൊണ്ട് മുറം നിറച്ച് വീട്ടിനുള്ളിൽ വാഴുമോ, വാക്കുകൊണ്ട് വീണമീട്ടി നാടൻ പാട്ടു പാടുമോ. ഏട്ടന്റെ കയ്യെത്തും ദൂരത്തെ പൊന്നല്ലേ എന്നും. ഉടുക്കാനൊരു പച്ചിലമുണ്ട്, തുടിക്കാനൊരു ചക്കരത്തോട്, കുറുമ്പേ നീ വാവോ. അത്തിപ്പഴം വീഴുന്ന രാവിൽ, ചെത്തിപ്പഴം ചോക്കുന്ന രാവിൽ, ആരും കാണാതെത്താറില്ലേ, എത്താറില്ലേ നീ. അക്കരെ ഇക്കരെ എത്തുന്ന പൂന്തോണി, പൊന്നോടം തുഴയാൻ തീരം തേടാൻ പോരാറില്ലേ നീ. അന്നെന്റെ കൂടെ കണ്ടു കണ്ടു കടല് കണ്ടു ഒന്നായി നാം. ഉടുക്കാനൊരു പച്ചിലമുണ്ട്, തുടിക്കാനൊരു ചക്കരത്തോട്, കുറുമ്പേ നീ വാവോ. ഒന്ന് വേഗം വിടന്നെ വർക്കിച്ച. എന്നെ വർക്കിച്ച ഒന്ന് ചവിട്ടി വിടുന്നേ. 8:30 ബസ്. അങ്ങോട്ട് നീ ഇരിക്കും പെണ്ണുപിള്ളേ. പുതിയ ജുബായ രൂപ 2000 നീ ഞാൻ മേടിച്ചതാ. 4.5 പവനാ. ഞാൻ ഈ കാട്ടുപോക്കിലെ വളയം പിടിച്ച് കഴിയേണ്ടവനല്ല, അറിയാമോ? എന്റെ പൊന്ന് വർക്കിച്ചായ, ഞങ്ങൾ ഇതെന്നും കേൾക്കുന്നതാണല്ലോ. ആനവണ്ടി ഓട്ടിച്ചവനെ വട്ടം പിടിക്കാൻ പഠിപ്പിക്കല്ലേ. എന്റെ പൊന്ന് വർക്കിച്ച, ഇന്ന് ബസ് കിട്ടില്ലെന്ന് വിചാരിച്ചതാ. എടാ ഈ ജീപ്പിലോട്ട് കയറുമ്പോ ഈ വളയം പിടിക്കുന്നവനെ ഒരു വിശ്വാസം വേണം. വേട്ടാവളെ ആ സഞ്ജിത നിക്കടാ. ആന്റിക്ക് കൊണ്ട് കൊടു. ആന്റി എന്ന് പറഞ്ഞ എന്റെ ഭാര്യ, മനസ്സിലായ? ചെല്ലി ചെല്ലി ചെല്ലി. മട്ടൻ വറുത്തരച്ച് വെക്കാൻ പറയണം കേട്ടോ. വലിയ പഠിത്തക്കാരനാ, കളക്ടറാവും പോലും. കളക്ടർ ചെറുപ്പത്തിൽ എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് ദേ ഒന്ന് നോക്കിയാർക്കോ ബേട്ടാ. എന്നാ നോക്കാനാ? അല്ലി തന്നെ ആ കോഴിയെ കൊണ്ട് തോറ്റിരിക്കുവാ. ആഹാ,
വന്നേച്ചങ്ങ് പുറത്തേനെ നിക്കുവാന്നോ? പറഞ്ഞൂടായിരുന്നു ഇവിടെ അകത്ത് കയറിയിരിക്കാൻ. സമയല്ല ചേട്ടത്തി, ഇതങ്ങ് അമേരിക്ക ചെന്നിട്ട് മായയുടെ വിളി വന്നാലേ ശ്വാസം ഇടാൻ പറ്റത്തുള്ളൂ. കർത്താവേ, എന്റെ മോന്റെ തയ്യലങ്ങ് അമേരിക്ക വരെ എത്തിയെന്ന് പറയൂ. തയ്യലൊരു കലയാ, ദാവീദ് ഒരു കലാകാരനും. വേഗം വരെ. എന്നാ ശരി. എന്താടാ ലേറ്റ് ആയെന്ന് പറയാൻ വേണ്ടി അജയ മേലിൽ ഈ പടി കയറി പോരുത്. ഇല്ല, അമ്മയാണ് സത്യം. അതുവഴി വരാലോ. ഓ അവനെ ആ പോലീസുകാരുടെ യൂണിഫോം നന്നായിട്ടൊന്ന് തേച്ച് വെക്കും കേട്ടോ. ആ കലക്ടർ വന്നല്ലോ. നീ എന്നാ ചോക്കൂട്ടാ താമസിച്ചേ? ഇതൊന്നും കൊടുത്തേച്ചും വരാം, വർക്കിച്ചിനെ ഏൽപ്പിച്ച. കള്ളു വർക്കിച്ചിട്ട് എന്തോ നീതിയാ തന്നു വിട്ടേക്കുന്നേ. മട്ടനാന്നാ പറഞ്ഞേ. മട്ടണോ? ആ മട്ടന്ന്. ആ കണ്ട എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു മട്ടനുണ്ട് കുപ്പിയും കാണുന്നു. ഇത് എന്നാ ചോക്കൂട്ടാ ഇത്? എനിക്ക് ഇത് അറിയത്തില്ലായിരുന്നു ചേട്ടേ. എന്നാലും അയാൾക്ക് ഇത് കൊള്ളാവോ? നമുക്കിത് കൊടുക്കേണ്ടതാവിയേട്ടാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വിടരുത് ചേട്ടേ, വേണ്ട ചേട്ടേ, വേണ്ട ചേട്ടേ. സഞ്ജീവ് തന്നെ കൊടുക്കേണ്ടതാവിയേട്ടാ. നമ്മളങ്ങനെ തോക്കാൻ പാടില്ല. സെലിൻ ചേച്ചി. കൊടുക്കരുത്. ഇതേടെ നോക്കി തൂങ്ങിച്ചാവാൻ പോവാണോ? സെലിൻ ചേച്ചിയില്ലേ? ഇയാള് കാര്യം പറ. ദേ, ഇത് കണ്ടോ? അത് ശരി, ഇയാളും തുടങ്ങിയോ? വേണ്ട ചേട്ടായി. അപ്പന് കമ്പനി കൂടെ വന്നായിരിക്കും. ഇങ്ങോട്ട് ദേ കൊച്ച ആദ്യം ഇറങ്ങി വാ. ഞാൻ ഇറങ്ങാം, എന്നിട്ട് താൻ കയറി കുരുമുളക് പറിക്കോ? കൊച്ചു പറക്കട്ടെ, നമുക്ക് കുപ്പി കൊണ്ട് പോവാന്ന്. അമ്മച്ചി, അമ്മച്ചി വേഗം വാ. എന്റെ കൊച്ചിനെ വഴിതെറ്റിക്കാൻ നോക്കിയാ ഞാൻ വഴി തെറ്റത്തില്ല ചേട്ടായി. എന്താ ദാവിദ, എന്താ പ്രശ്നം? എന്താണോ? ആ ജോക്കുട്ടനെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് ചേച്ചിക്ക് അറിയാലോ. വർക്കിച്ചായന്റെ കള്ളൂപ്പി വീട്ടിൽ കൊണ്ട് തരാനല്ല ഞാൻ ഇവനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എന്ത് വേണേലും കാണിച്ചോട്ടെ. അത് പക്ഷേ 4 മതിലിനകത്ത് മാത്രം മതി. വിടാ. മതി മതി. അപ്പനെ എന്നെ അപരാധം ചെയ്തെന്നായി പറയുന്നത്. അമ്മച്ചി ഒന്ന് ചുമ്മാരി. ആണുങ്ങളാകുമ്പോ ഇച്ചിരൊക്കെ അടിക്കും. ചിലപ്പോ ഇതുപോലെ അടുത്ത വീട്ടിലെ പയ്യന്മാരുടെ കൊടുത്തു വിട്ടെന്ന് ഇരിക്കും. ജോക്കുട്ടനെ ഞാൻ എന്തോന്ന് ജോക്കുട്ടൻ? നിന്റെ പേര് ജോയൽ നല്ലടാ. കള ചേച്ചി, ചേട്ടായി വന്നേ. നീ ചോദിച്ചതിന് ഉത്തരം പറ. നിന്റെ പേര് ജോയൽ നല്ലേ? ആ അതെ, ഈ ഇള്ള കുഞ്ഞുങ്ങളെയാ കുട്ടാന്നൊക്കെ വിളിക്കുന്നത്. നീ നിന്റെ ചേട്ടനോട് പറഞ്ഞേരെ. നിനക്കത് എന്നതാന്നറിയാവോ? അറിയാം, ബ്രാൻഡി. കണ്ടോ കണ്ടോ, ഈ ഇള്ള കൊച്ചിന് പോലും മനസ്സിലായി അത് ബ്രാൻഡിയാന്ന്. ഞാൻ പറഞ്ഞോളാം ദാവിദേ, ഇനി ഇത് ആവർത്തിക്കാതെ നോക്കാം. ഇല്ല, നോക്കാന്നല്ല, ആവർത്തിക്കരുത്. കർത്താവാണേ ഇല്ല. ദേ ഇരിക്കുന്നു. വെക്കടാ. വാ കുട്ടാ. ചേച്ചി മട്ടൻ വറുത്തരിച്ചു വെക്കാനാ പറഞ്ഞു. ആ ശരി. ഇങ്ങോട്ട് വാടാ. മുട്ടന് കുപ്പി കാണിച്ചു തരാം. സ്വന്തം കാര്യം മാത്രം നോക്കാനായിട്ട് അപ്പൻ. മോളെന്ന് പതുക്കെ. ഇല്ല, ഞാൻ ഇനി ഉറക്കെ തന്നെ പറയാൻ പോവാ. ഈ വീടൊന്ന് പണി പൂർത്തിയാക്കണമെന്ന് വല്ല വിചാരമുണ്ടോ? കണ്ടേടിയായ KSRTC ഡ്രൈവർ വർക്കിച്ചിനോടൊപ്പം ആരാധന മൂത്ത് ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇതൊന്നും ഓർത്തില്ല അല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? തന്റേടി ഇപ്പൊ താൻ തോന്നിയായിട്ട് ജീവിക്കുന്നു. അനുഭവിച്ചോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്റെ കർത്താവെ, വൈകുന്നേരം വന്ന് അങ്ങനെ ഇവിടെ എന്തൊക്കെ പുലാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്? ദേ, കോഴ്സ് കഴിഞ്ഞ് ഞാനങ്ങ് ന്യൂസിലാൻഡിൽ പോവും. നിനക്ക് വേണമെങ്കിൽ നീ പഠിച്ച് രക്ഷപ്പെട്ടോ. എന്നാലും നീ ബ്രാൻഡിന്ന് അതെങ്ങനെയാണ് നീ പറഞ്ഞേ? അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ആണോ? അതുമല്ല, ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നല്ലേ. നീ ഇതപ്പോ കണ്ടു? നിന്നെ ഗർഭം ചുമക്കുന്ന കാലത്തെ ആഴ്ചയിലൊരിക്കൽ ബ്രാൻഡി തരുമായിരുന്നു നിന്റെ അപ്പൻ. നല്ല ഔഷധാന്നാ പറയുന്നേ. അമ്മ ചോദിച്ചുമ്പായിരുന്നേ. എന്റെ ചേട്ടായി, ചേട്ടായി ഇങ്ങനെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവാതെ. ഏതായാലും ആ ചേച്ചി ഒരു നല്ല ചേച്ചിയാ. സ്ട്രൈറ്റാ. സ്ട്രൈറ്റ്. അമ്മച്ചി, ഞാൻ ഇറങ്ങണേ. ചേട്ടായി ഇറങ്ങണേ. ജോക്കുട്ടാ. ആ അല്ല, നിനക്ക് പിടിക്കാതെ ഉണ്ടോടാ മോനെ ഈ എന്റെ ഈ ജോക്കുട്ടാന്നുള്ള വിളി? എന്നതാ ചേട്ടായി? അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ജോക്കുട്ടാ, എന്നേട്ടായി? ഇന്ന് നിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം. എന്നാത്തിനാ? ഞാനങ്ങ് നടന്നോളാന്നേ. വിഷ്ണുക്കെ അവിടെ കാത്തിപ്പുണ്ട്. അല്ലേ വന്നേ, ഒരുമിച്ചങ്ങ് പോയേക്കാം. ചേട്ടായ വളവിന്റെ അവിടെ ഒന്ന് നിർത്തിക്കേ. എവിടെ? ആ വളവിന്റെ അവിടെ. എന്നാ? ആ ഒന്ന് നിർത്തുന്നേ. ഓക്കെ, ഇവിടെയാ? ആ ആ, ഒന്ന് നിർത്തിയേട്ടായി. നിർത്തുമല്ലടാ.
ചേട്ടായി ഇങ്ങ് വന്നേ. ഇവന്റെ കാര്യം വാന്നേ. എന്നാടാ? എന്നാ രസം ചേട്ടായി ഇതിങ്ങനെ നോക്കിക്കാൻ. ഇതാദ്യേട്ടാ, ഇതൊന്നും കാണുന്നല്ലേ? ആന്നേ, പക്ഷെ ഓരോ ദിവസം കാണുമ്പോഴും ഇതിന്റെ ഭംഗി അങ്ങ് കൂടിക്കൂടി വരുക. ഒരുമാതിരി ഒരു ഭംഗി. വാ പോവാ. നമ്മൾ ലേറ്റായ ചോക്കട്ടെ. ഏയ് ശരി എന്നാ. ശരി ചേട്ടായി. മാത്സ് എടാ ജോയലേ, എന്റെ ഹോംവർക്ക് ഏതായിരുന്നു? ആ ഞാനിത് കൊടുത്തേച്ചും വരാം. ബുജി വന്നല്ലോ. മടിയായിട്ടൊന്നുമല്ല, എഴുതാറിയാൻ മാത്രം. നീ ഹോംവർക്ക് ചെയ്തോ? പോട്ടെ. ഫ്രീക്കത്തി വരുന്നു. വാ 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 വാടാ. ഈ പിള്ളേര് അൽത്താഫേ, എന്നാടാ ഫോൺ അടിച്ചാൽ നിനക്കൊന്നും കേക്കത്തില്ലേ? ആണ്ട്രാ ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്നാടാ ഒക്കെ കൂടി എന്നെ കളിയാക്ക? ടീച്ചറെ, കൊറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഒരുമാതിരി. കാറേല് വരുന്നുണ്ടാവും. ഞാൻ കാറേലും വരും, ചിലപ്പോ പ്ലെയിനേലും വരും. സാറിന്റെ ഭാഗ്യം, അല്ലാതെ ഞാൻ എന്നാ പറയാനാ? അതെന്താ വേണു? എന്റെ അമ്മച്ചിയാണ് സത്യമായിട്ടും ആ കച്ചവടത്തിന് ഒരു 5 പൈസ കമ്മീഷൻ എനിക്ക് കിട്ടുകയില്ല. സാർ എന്നതാണ് പറയണത്? 1500 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 കിടപ്പ് മുറി, 55 ലക്ഷത്തിന്. സാർ ഒരു ടോക്കൺ അഡ്വാൻസ് ഇങ്ങോട്ട് തന്നാ മതി. ആ പ്രോപ്പർട്ടി സാറിന്റെ തലയിലിരിക്കും. അല്ല, ഞാൻ തലയൊക്കെ വെച്ച് പറയണു, ആ സാധനം കയ്യിലിരിക്കും. ഇയാള് ബ്രോക്കറാണോ അതോ മാഷാണോ? സ്നേഹമുള്ളവരെന്നെ ബ്രോ മാഷ് എന്ന് വിളിക്കും. പോക്ക സാറേ, ഈ സ്കൂള് മൊത്തം പോക്ക. ടീച്ചറൊന്നും മൊത്തത്തിൽ അടിപൊളിയാണല്ലോ. പോയേ വേണം സാറേ. നമസ്കാരം. അതെ, ആ 10 ബിയിലെ പിള്ളേരെ ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിലേ അവന്മാര് സ്കൂൾ എടുത്ത് തിരിച്ചു വെക്കും. അത് ശരിയാട്ടോ. നേരാ, അവന്മാര് ദിവസം വെച്ച് വഷളായി വരുവാ. പിള്ളേരുടെ സ്വഭാവത്തിന്നേ ക്ലാസ് ടീച്ചറുടെ മിടുക്കാൻ മനസ്സിലാവുന്നേ. അത് ശരിയാ. അതെ, ടീച്ചർ വന്നല്ലോ. പരിവേഷം പറഞ്ഞു തുടങ്ങിയുള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. 10 ബിയെ കുറിച്ച് വീണ്ടും കംപ്ലൈന്റ് ആണല്ലോ ജാൻസി ടീച്ചറെ. നല്ലതും ചീത്ത എല്ലായിടും ഉണ്ട് അത് ശരിയാന്നേ അല്ലേ? 10 ബിയിലും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10 ബിയിലുണ്ടെന്ന്. അങ്ങനെ പറയില്ലേ ജാൻസി ടീച്ചറെ. ക്ലാസ്സിലെ പിള്ളേരെ നിയന്ത്രിച്ചില്ലെങ്കിലേ. കേട്ടോ സാറേ, ഞാൻ ഇതെന്തായാലും ഡിഒക്ക് റിപ്പോർട്ട് അത് വേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതെ, ഞാൻ എന്താ സാറേ എല്ലാവർക്കും എന്നോടൊരു ഇഷ്ടക്കുറവ്? ടീച്ചറെ, ഒരു ഓഫീസിൽ കൈക്കൂലി വാങ്ങാത്ത ഒരാളുണ്ടെങ്കിലേ ബാക്കിയുള്ളവർക്ക് അയാളെ കണ്ടുകൂടാണ്ടാവും. ഇവരെ പോലുള്ളവർ വരുന്നത് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചറെ കാണുമ്പോ ഒരു പെടപെടപ്പ് വരും. പഴയ സ്കൂളിൽ നിന്ന് ടീച്ചർക്ക് നല്ല ടീച്ചർക്കുള്ള അവാർഡ് കൂടി കിട്ടി. അപ്പൊ തികഞ്ഞു. ആർക്കെങ്കിലും നല്ലത് വരുന്നത് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റും. അതെ അതെ. എന്തായാലും ഒരു ഇഷ്യൂ ഉണ്ടാവും നോക്കണം കേട്ടോ. ശരി സർ. 10 ബി അതിപ്പോ എല്ലാവർക്കും ചിരിക്കാനും കളിയാക്കാനും ഉള്ള ഒരു കാരണമായി മാറിക്കൊണ്ടിരിക്കുക. മക്കള് വഴിതെറ്റി പോകുമ്പോ അച്ഛനമ്മമാരെ പറയും പോലെ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ ടീച്ചർമാർ കേൾക്കുന്ന പഴി. ആ മോഡൽ ചേച്ചി എന്നാ ജാടയാ അവർക്ക്. എണിക്കടാ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. അതെ, അധികം വളഞ്ഞാലേ തൂക്കിയെടുത്ത് ഞാൻ പുറത്തു കളയും. കെട്ടിച്ച് വിടാറായല്ലോടാ. ഇവനൊക്കെ ആര് വേണ്ടി കൊടുക്കാ ടീച്ചറെ? സൈലൻസ്. ഇരിക്കടാ. ഞാൻ പ്രതീക്ഷിച്ച തന്നെ. കെവിൻ, അൽത്താഫ്, റോഷൻ 3 പേര് നാളെ പാരന്റ്സിനെ കൂട്ടി ഹെഡ് മാസ്റ്ററെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. യഥാർത്ഥപ്പം തന്നെ വരണം. സ്കൂളിൽ വരാനാന്നേ ഒരപ്പന് 500 രൂപ വെച്ച് കൊടുത്താൽ മതി കവലയില്. പിന്നെ മറ്റു ചില കാര്യങ്ങളിലാ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള പരാതിക്ക് മുന്നിൽ ഞാൻ ഒന്ന് പിടിച്ചു വെക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കൂളിൽ നടത്തിയ എസ്എ കോമ്പറ്റീഷൻ. യെസ് ടീച്ചർ, മൈ ഹീറോ. അതിൽ വിൻ ചെയ്തിരിക്കുന്നത് ജോയല്. അത് പിന്നെ അവന്റെ പേപ്പറൊക്കെ ഞാൻ എഴുതി. എനിക്കെപ്പോഴും അറിയായിരുന്നു. ഒരാളിനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. പക്ഷേ ജോയൽ ജോന്റെ മൈ ഹീറോ അത് നിങ്ങൾ എല്ലാരും വായിക്കണം. ഒരാളിന്റെ ഹീറോ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നാ ജോയൽ പറയുന്നത്.
ഈ കടലാസുകളിൽ നേച്ചറുണ്ട്, ജീവിതമുണ്ട്, പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്. ചേട്ടായിയാണ് ജോയലിന്റെ ഹീറോ. ഇതെന്റെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും സമ്മാനമായി ഞാനിത് ജോയലിന് കൊടുക്കാണ്. വാങ്ങിക്കൂ. ഗുഡ് മോർണിംഗ്. ആയിക്കോട്ടെ മോനെ. ഗുഡ് മോർണിംഗ് മുതലാളി. എന്നാലും എന്റെ സീനെ നീ ഒന്ന് കാണണായിരുന്നു. എന്നതാ പെണ്ണിന്റെ ഒരു ജാട. എന്റെ അത്ര ഉണ്ടായിരുന്നോ? അതിന് മൊടയല്ല, ജാട. പ്രാർത്ഥിക്കുമാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്ക് ഓരോ കാരണമുണ്ടല്ലോ. അല്ല ഇതിന്റെ ഷോൾഡർ എത്രയായിരുന്നു സീന? 8. എന്നിട്ട് ഇപ്പൊ എത്രയുണ്ട്? 8. ഉറപ്പാണോ? ടാപ്പിനേക്കാൾ കൃത്യമുള്ള കണ്ണാ, തർക്കിക്കാൻ നിൽക്കണ്ട. പക്ഷെ ഇടുന്നവരറിയില്ലല്ലോ ദാവിയേട്ടാ. ഇടുന്നവൻ അറിയണ്ടാവില്ല, പക്ഷെ നമുക്കറിയാലോ. അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. ശരിയാവുന്നില്ലെങ്കിൽ ടൗണിൽ പോയി ഇതേ തുണി എടുത്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. കാശ് ഞാൻ കൊടുത്തോളാം. പ്രശ്നം ഒന്നുമില്ല കാതർക്ക, നമ്മളൊരു ജോലി ചെയ്യുമ്പോ ആദ്യം നമുക്കതിനൊരു തൃപ്തി കിട്ടണ്ടേ? അത് നീ പറഞ്ഞത് നേരാ. ഒരു പണിയിലും ഒരു തൃപ്തിയും തരാത്തൊരു കള്ള ഹിമാർ ഇവിടെ ഉണ്ട്. ആര് പറഞ്ഞ സർപ്പകാവാണെന്ന്? ഇല്ലില്ല, അത് പണ്ട് സിനിമക്ക് വേണ്ടി സെറ്റ് എടുത്താ, പിന്നെ അങ്ങോട്ട് വളർന്നു പോയതാ. സർപ്പകാവൊന്നല്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? വേണുമാഷേ, അതെ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇതെന്താ? അതെ, പറയുമ്പോ എക്സാജറേഷൻ ആണെന്ന് തോന്നരുത്. ഇല്ലില്ല, പറഞ്ഞോ. ഓ, ഇവിടെ പറഞ്ഞോ, അവിടെ പറഞ്ഞോ. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ അറിയപ്പെടാൻ പോകുന്ന ഒരു വലിയ എഴുത്തുകാരൻ നമ്മുടെ ഈ കല്ലൂർക്കാട് UPS സ്കൂളിൽ ജനിക്കാൻ പോവാ. നടക്കൂല. അയ്യോ, അവിടെ പറഞ്ഞോ, ഇവിടെ പറഞ്ഞോ. വേറെ ആരുമല്ല, നമ്മുടെ 10Bയിലെ ജോയലേ. വായിച്ചു നോക്ക്. എഴുത്തിന് എന്താ ഒരു ബ്യൂട്ടി, എന്തൊരു ലാംഗ്വേജ്, എന്ത് സ്ട്രോങ്ങാ. മൊത്തം സ്ട്രോങ്ങാ. എന്താ അത് നോക്കണോ? ഇവിടെ പറഞ്ഞ അതെ, ടീച്ചറെ ഞാനില്ലേ കൂടെ ധൈര്യമായിട്ട് ചെയ്യാൻ. ഇതൊന്ന് വായിച്ചു നോക്കി. ഡയറക്റ്റ് ബയറല്ലേ, ബ്രോക്കർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ശരി, അപ്പൊ നമ്പർ പറഞ്ഞോ. ഒരു മിനിറ്റ്. എന്ത് പറഞ്ഞോ നമ്പർ. നമ്പർ പറഞ്ഞോ. 9844. ഹലോ. മൈ ഹീറോ, അതാണ് വിഷയം. സാധാരണ ഇങ്ങനൊരു വിഷയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരെ കുറിച്ച് എഴുതും? എബ്രഹാം ലിങ്കൺ. പുള്ളിയുടെ കഥ ബെസ്റ്റ് അല്ലേ? ഇതിപ്പോ അവന്റെ ചേട്ടനെ കുറിച്ചാ, ദാവീദ്. അയാളാണ് അവന്റെ ഹീറോ. സ്വന്തം ചേട്ടൻ എങ്ങനെ അവന്റെ ഹീറോ ആയതെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവൻ എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 3 ടോയ്ലറ്റും അറ്റാച്ചഡാ. ഒന്നിനും അകത്തു കൊണ്ട് ആവശ്യമില്ല, എല്ലാം പുറത്ത് ചെയ്തൂടെ? അതെ, ഞാൻ ഇത്തിരി വള്ളിക്കെട്ടിലേക്കാണ്, പിന്നെ വിളിക്കാം. എല്ലാ ടീച്ചേഴ്സിന്റെ റിപ്പോർട്ടോട് കൂടി നമുക്ക് NCERTക്ക് അയക്കണം. ഷുവർ ആയിട്ട് അവരിത് സെലക്ട് ചെയ്യും. ടീച്ചർ തന്നെ അങ്ങ് അയച്ചാ മതി. എന്റെ മോള് പ്രിയ അവളുടെ ഒരു പ്രോജക്റ്റ് NCERTക്ക് അയക്കുന്നുണ്ട്. പക്ഷെ ടീച്ചർ, ഇത് നമ്മുടെ സ്കൂളിന് ക്രെഡിറ്റ് കിട്ടുന്ന കാര്യല്ലേ? ജാൻസി ടീച്ചർ പറഞ്ഞതിലെ ആ പഞ്ച് നമ്മുടെ സ്കൂളിൽ, അതെനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ മക്കളൊക്കെ വേറെ സ്കൂളിലാ പഠിക്കുന്നേന്നുള്ളൊരു ഹിഡൻ. അയ്യോ ടീച്ചറെ, ഞാനത് ഹിഡൻ ആയിട്ടല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉദ്ദേശിച്ചേ. പഠിപ്പിക്കുന്ന സ്കൂളിനെ കുറിച്ച് നമുക്കൊരു മതിപ്പില്ലേ? അവിടെ കുട്ടികളല്ല, സാറുമാരാദ്യം തോറ്റുപോന്നെ. ഞാനിത് എന്തായാലും NCERTക്ക് അയക്കും. ശരി. ബാക്കി നമ്പർ. ഗിഫ്റ്റ് ഒക്കെ കിട്ടി പച്ചക്കന്റെ പൊങ്ങച്ചും കണ്ടോ? എന്തായാലും ഇയാൾ പൊളിയാണല്ലോ. എവിടാ പേൻ ഇന്ന് കാണിച്ചേ? ഇത് കൊള്ളാലോ, ഇത് ഞാൻ എടുക്കുകയാണ്. അയ്യോ, ഇതെനിക്ക് ചേട്ടായി കാണിക്കാനുള്ള. ചേട്ടായെ കുറിച്ച് ഇതിപ്പോ കിട്ടി പേനല്ലയോ? ഒന്ന് പോളാ അവിടുന്ന്. ഇത് വിൽക്കുവാണെ കുറച്ച് ചില്ലറെങ്കിലും കിട്ടും. അതങ്ങ് കൊടുത്തേക്കടാ. മൈ ഹീറോ എഴുതി ഇപ്പൊ നീ വലിയ ഹീറോ അല്ലയോ? ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യടാ. എന്നാ കേവനെ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലായോ? എന്നാ നമുക്കൊരു സെൽഫി എടുക്കാം. വാ എല്ലാരും വാ.
ശരിടാ. നീ എന്നാത്തിനാണ് അവന്മാരെ മൈൻഡ് ചെയ്യുന്നത്? അലവലാദികള് എനിക്ക് അവരെ കാണുന്നതേ ഇഷ്ടമല്ല. ഏയ് അങ്ങനൊന്നുമില്ലെന്നേ. അജയ അജയ ആ കല്യാണ ബ്ലൗസ് വളരെ സൂക്ഷിച്ചു വേണ്ട സ്റ്റിച്ച് ചെയ്യാൻ. വളരെ വിലയുള്ള തുണിയാ. അജയ 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 മോനെ അജയ അജയ എന്താ ഇത്? പൂവേ എന്താ 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 പ്രശ്നം? ദാവീദേട്ടനല്ലേ മച്ചാനെ? മച്ചാനോട് നമുക്ക് നല്ല റെസ്പെക്ട് ആണ്. പക്ഷെ ഇച്ചട വരുത്തിണ്ടല്ല ഇവൻ എന്റെ മേടിക്കൂട്ടാ. കുറെ നാളെ എന്റെ പെങ്ങളുടെ പറയുന്ന കബൂറാക്കണെന്ന്. അയ്യോ നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. പേരെന്താ? സീന. സീന വെറുതെ സീനാക്കല്ലട്ടെ സീന. നമുക്ക് കൊച്ചിന്ന് വന്ന് വെറുതെ പറഞ്ഞു ഇവിടെ ഒന്ന് സെറ്റ് ആകാൻ നോക്കണേട്ടാ. അതിന്റെ ഇടക്കാണ് ഇവനൊരു മാരി. ഇത് ദാവീദേട്ടനോടും കൂടി ഏണിയുടെ പരിപാടി ഉണ്ട്. ദാവീദേട്ടൻ കാണിക്കണം. ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ പോണേട്ടാ. പൊന്നിക്ക് നമ്മമ്മിള്ള പ്രശ്നം അമ്മമ്മി തീർത്തോളാം. ഇത് റംലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ. അവനെന്ന് മേടിക്കാനോ? അവനെന്ന് കണ്ടോ? നിന്നെ കുന്നോളെ അവൻ. അജയ നോക്ക്, ഒന്നെങ്കിൽ പ്രേമം അല്ലെങ്കിൽ തൊഴില്, രണ്ടും കൂടെ ഇവിടെ നടക്കൂല. ഞാൻ സമ്മതിക്കില്ല. ഈ പ്രേമെന്ന് പറഞ്ഞ സംഗതി മനസ്സേ കയറിയ പിന്നെ അതങ്ങ് ഇറങ്ങിപ്പോകത്തില്ല. തയ്യൽ മെഷീൻ ചവിട്ടി തുടങ്ങിയ നമുക്കൊരു താളം കിട്ടത്തില്ലേ? അതുപോലൊരു താളവും ലയവും. ലോകത്തിന് സൗന്ദര്യം കൂടും ദാവിയേട്ടാ. കാറ്റിന് കുളിർമ കൂടും, പൂവിന് ഭംഗി കൂടും, പാട്ടിന്. മതി മതി നോക്ക്, നിന്റെ പ്രേമസാഹിത്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ പ്രേമം എന്ന് പറയണതേ. ദാവീദേ. അയ്യോ ടീച്ചർ. അയ്യോ ദാവീദേ, ഇരിക്കാനൊന്നും സമയമില്ല. ആദ്യമായിട്ടാ ടീച്ചർ എന്റെ കടയിൽ നിന്ന് തയ്ച്ചു മേടിക്കാൻ വരുന്നത്. ഉറപ്പായിട്ട് ഞാൻ പറയാ, സ്ഥിരം കസ്റ്റമർ ആവും. രാമേട്ടാ ഒരു ചായ. കടി പിന്നെ വട ബോണ്ട എന്തായാലും മതി. ഓരോ വടം ബോണ്ട എടുത്തോ. ഇന്ന് എന്റെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്ന ദിവസമാണ് ടീച്ചറെ. ടീച്ചറിന്റെ സമ്മാനം എന്നെ കാണിച്ചു. ജോലി ഇപ്പൊ അങ്ങ് പോയുള്ളൂ. പേനക്കൊരു 50 രൂപ വരും ടീച്ചറെ. സമ്മാനത്തിന്റെ വില എന്ന് പറഞ്ഞ തുകയല്ല. ഇത് ഓ പിന്നെ ഇനി പ്രത്യേകിച്ച് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ടീച്ചർ കഴിച്ചാട്ടെ. അയ്യോ എനിക്കൊരു ഇച്ചിരി മതി. കുറച്ചെടുത്താട്ടെ. ജോയല് സൂപ്പർ അല്ലേ ടീച്ചറെ? ഇദ്ദേഹത്തിന്റെ അനിയനല്ലേ, പിന്നെ മിടുക്കനാവാതിരിക്കോ? അപ്പം മരിക്കുമ്പോ ഒരു ആഗ്രഹം പോലെ പറഞ്ഞ അവനെ കളക്ടർ ആക്കണമെന്ന്. എന്റെ മടി കിടന്നാണ് അപ്പം മരിക്കുന്നത്. അപ്പൻ എന്നെ വലിയ കാര്യമായിരുന്നു. അവസാനത്തെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ നമ്മളത് സഹായിച്ചു കൊടുക്കണ്ടായോ? എനിക്കുണ്ടായിരുന്ന ഒരു അപ്പൻ മരിക്കാൻ നേരം പറഞ്ഞ അപ്പൻ ഉണ്ടാക്കിയ കടം മുഴുവൻ വീട്ടണമെന്നാ. എനിക്ക് നമ്മുടെ ജോയിന്റെ നല്ലൊരു ഫോട്ടോ വേണം. അവനെഴുതിയ മാറ്റർ NCERT അയക്കാൻ പോവാ ഡൽഹിക്ക്. ആണോ? സ്കൂളിൽ ടീച്ചറിന്റെ ഒരു നോട്ടം. അത് അവനൊരു കരുത്താ. വീട്ടില് ഞാൻ നോക്കോളാം. ഒരാളെ നമ്മൾ നോക്കിയിരിക്കുമ്പോ തെറ്റിയാൻ തോന്നത്തല്ല എന്നല്ലയോ വചനം. എന്റെ മനസ്സിൽ അവനേ ഉള്ളൂ, അവന്റെ മനസ്സിൽ ഞാൻ. എന്നാ ശരി ദാവീദേ, തയ്ച്ചതിന്റെ കാശ്. ടീച്ചറോട് ഞാനിത് വാങ്ങുന്നത് ശരിയല്ല, എന്നാലും ഞാനിത് വാങ്ങുക. ഇത് ഗുരുത്തമുള്ള കാശാണ്. അപ്പൊ ശരി ദാവീദേ. ശരി എന്നാ. ഓക്കെ ബൈ. കാലിത്തൊഴുത്തിൽ പിറന്ന കരുണ നിറ എന്റെ കർത്താവേ. എടീ സലു, എടീ എന്റെ കൊരട്ടി മുത്തി, ഇത് എന്നാ പണിയാന്നേ? എടീ സുലു, എടീ ചോദിച്ചത് കേട്ടില്ലായിരുന്നു? ആ കുപ്പി എവിടെയെന്ന്? ഇവളെന്നെ പൊട്ടിയാന്നോ? എന്റെ കർത്താവേ, എന്നാവോ എന്തോ. എന്റെ അന്തോണീസ് മുന്നിയാളാ, 2 മെഴുകുതിരി വെച്ചേക്കാവേ. ഞാനതെടുത്ത് കളഞ്ഞു. എന്നതാ എന്നതാടി പറഞ്ഞേ?
ആ ദാവീദ് ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കി. അനിയൻ ഡെയിലി കുപ്പി കൊടുത്തേച്ചേന്. അതിന്റെ ഒരു വിഷമത്തില് ശത്രുക്കൾ എന്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. ആമേൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു ദാവീദ് എടാ വെയിലത്ത് ക്യൂ നിന്ന് വാങ്ങിക്കുന്നവനെ അതിന്റെ ദണ്ഡം അറിയൂ. ഇങ്ങോട്ട് വാടാ. എന്റെ അനിയനെ കുപ്പി എടുത്തോളേ ഞാൻ ഇനി ഞാൻ ഇവിടെ നിന്റെ മുറ്റത്ത് വന്നിരുന്ന വെള്ളം അടിക്കും. നീ എന്നാ ചെയ്യൂടാ? എന്റെ ചേട്ടനെല്ലാം പറഞ്ഞാണ്ടല്ലോ. ഇറങ്ങി വേടാ. ചേട്ടത്തെ വർക്കച്ചാനെ വിളിച്ചോ വീട്ടിൽ പോകും. എന്താ സൗകര്യമില്ലെങ്കിലോ? ഇനി ഒരിക്കൽ കൂടി നടക്ക. പാറമേൽ നടക്കുന്നവന്റെ പാദമോ ബലപ്പെട്ടതായിരിക്കും എന്നല്ലയോ? നിനക്ക് ശക്തി തരാൻ കർത്താവ് നടത്തുന്ന പരീക്ഷണങ്ങളാണിതെന്ന് നീ വിശ്വസിക്കണം. പ്രാർത്ഥിച്ചോണ്ടേയിരിക്കുക. വല്യപ്പച്ചനോട് സംസാരിച്ചു കഴിയുമ്പോഴാ ഒരു സമാധാനം തോന്നുന്നേ. എത്രയും പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അബ്രോഡ് പോണം. കർത്താവ് അതിനൊന്ന് കാര്യമായിട്ട് സഹായിച്ചാൽ മതിയായിരുന്നു. ലക്ഷ്യങ്ങൾ വേണം വല്യപ്പച്ച. വിഷമിക്കാതെ. കണ്ണീരൊപ്പാൻ കർത്താവ് ദൂതന്മാരെ അയക്കുന്ന ഒരു പ്രതിപുരുഷൻ വരും. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആദ്യം സ്ക്രിപ്റ്റിന്റെ കോപ്പി എടുക്കണം. വാ. ആ പോയത് അച്ഛന്റെ അനിയന്റെ മോള് തന്നെ. പക്ഷെ ഒരു രക്ഷയില്ല. രൂപം മനുഷ്യന്റെ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്വഭാവം ഒരുമാതിരി. അവന്റെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയുന്നവരെ അവനെ ദുഷിക്കരുത്. അതങ്ങനെ അറിയാലോ. അവളുടെ സ്ഥാനത്ത് നീയായിരിക്കണം. അപ്പ മനസ്സിലാവും. ഇരിക്കെ. അവൾ ഉള്ളിൽ തോന്നുന്നു അതുപോലെ പ്രകടിപ്പിക്കുന്നവളാ. വഴക്കു പറയേണ്ടടുത്ത് വഴക്കു പറയും, കരയേണ്ടടുത്ത് കരയും. നീ സന്തോഷമേ അറിഞ്ഞിട്ടുള്ളൂ. സന്തോഷം എന്ന് പറഞ്ഞാൽ അവൾക്ക് വെറും ഒരു വാക്ക് മാത്രമാണ്. ഏറ്റവും ടെൻഡറായതിന്, ലോലമായതിന് ദൈവം നല്ല കട്ടിയുള്ള പുറന്തോട് കൊടുക്കും. അവളുടെ ബഹളവും വഴക്കൂടലും ഒക്കെ അതാ. അതുപോട്ടെ, നമുക്കപ്പോ നാടകത്തിലേക്ക് വരാം. ഞാൻ ഈ മുത്തമ്പുഴി പഞ്ചായത്തിന്റെ മെമ്പർ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കൊക്കോക്കോള കമ്പനി ഈ പഞ്ചായത്തിൽ വരാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് കളക്ടറോട് അങ്ങനെ പറഞ്ഞു. നമുക്ക് എന്തോന്ന് കളക്ടർ, അത് ഞാൻ ചെറുതിൽ എന്റെ കൂട്ടുകാരി കൊടുത്ത വെറും വാക്കല്ലേ. എന്നാ നമുക്ക് ജോക്കുട്ടിനെ കളക്ടർ ആക്കണ്ട, ഫ്രാൻസിയെ പോലെ പഞ്ചായത്ത് മെമ്പർ ആക്കാം. അല്ലയോടി? അമ്മച്ചിക്ക് തന്നെ ഫ്രാൻസി ചായ ലൈൻ സിനിമയുടെ കഥ പറഞ്ഞല്ലേ? ആണോ? ആ സത്യം. നീ എന്നത്തിനട ഇപ്പൊ സിനിമ കാണാൻ പോയത്? നിന്റെ വീട്ടിൽ ടൈഗർ ബിസ്ക്കറ്റ് അല്ലാതെ വേറെ ഒന്നുമില്ലേ? തീരാറായില്ല. ആളിനോട്ടി ഞാനിപ്പോ വരാം. പോവല്ലേ, ഒരു കാര്യം പറയട്ടെ. ടൈഗർ അളയോ എന്നെ അളിയാ ഇറക്കിറക്ക്. അളിയനോട് വന്നിട്ടൊരു കാര്യം. ഞങ്ങൾ ആലീസിന്റെ കല്യാണം ഉറപ്പിച്ചു. ആലീസോ? ആടാ, ഫ്രാൻസിയേട്ടന്റെ കുഞ്ഞിപ്പെങ്ങൾ ആലീസ്. ആലീസ് ആരാ ചെറുക്കൻ? നീ തന്നെയാടാ ചെക്കൻ. അളിയൻ തന്നെ ആ ഭാഗ്യവാൻ. ഒരു സുന്ദരി കുട്ടിയല്ലേ അളിയനെ കിട്ടിയിരിക്കുന്നത്. എന്റെ മുറിച്ച മുറിയാവും. എന്നെ പോരാഞ്ഞിട്ടിപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോവുമല്ലേ. കണ്ടോടിനോണേ എന്റെ അളിയന്റെ ഒരു സന്തോഷം. അമ്മച്ചിക്ക് കൊണ്ട് സന്തോഷം. പിന്നെ ഇല്ലാതിരിക്കും. ഒന്നും കൂടെ ഉണ്ടായിരുന്നു, ഈ ചെറുക്കനും കൂടെ ആലോചിക്കായിരുന്നല്ലേ. സംഗതി കൊള്ളാം. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ അതിപ്പോ എങ്ങനെ പറയാന്നാ. വാ കൊണ്ട് ഒന്ന് പറഞ്ഞ ഏട്ടായിക്ക് ഒരു ലവ് ഉണ്ട്. നീ എന്നാടാ ഈ പറയുന്നേ? ആന്നേ, ഭയങ്കര പ്രേമ. കല്യാണം കഴിക്കാന്ന് വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതാടാ പെണ്ണ്? അത് ഇത് ചുമ്മാ നമ്പർ ഇടുവന്നേ. അല്ലെങ്കിൽ പിന്നെ പെണ്ണാരെന്ന് പറ. അപ്പുറത്ത് ടെസ്റ്റ് ചേച്ചി.
എന്നിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നല്ലോടാ. അതൊക്കെ ചുമ്മാ നമ്പറല്ലേ. സത്യത്തിൽ ചേട്ടായി കിട്ടിയില്ലെങ്കിൽ ടെസ്റ്റ് ചേച്ചി തൂങ്ങിച്ചാവുന്ന പറഞ്ഞേക്കണേ. അയ്യോ ചേട്ടായി തൃപ്തിയായി. ഡാ നേരാന്നോടാ. ആ കൊച്ചു നല്ല കൊച്ചാ. ശരി, ഒരാളി എന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്നുള്ളത് ഒരാളി എന്റെ കടമയായി പോയില്ലേ. എല്ലാം ഞാൻ ശരിയാക്കി തരും. അമ്മച്ചി, ചോറെല്ലാം റെഡിയാ. അതല്ല, ആ തെക്കേ പറമ്പിലെ 10 സെന്റ് വസ്തു എഴുതി തരാൻ അളിയനോടൊന്ന് പറ. എടിയേ, ചോറിന് മീനുണ്ടോടി? ഇല്ല. എങ്കിൽ കുറച്ച് കഴിക്കാം, വാ. എന്നാടാ കുറച്ച് അമ്മച്ചും കൂടെ കൊടുത്തേരെ. നോക്കിയോ, ഇന്ന് ഈ അടുക്കളയിൽ ചോറ് മൊത്തം ഞാൻ തീർക്കും. എന്താണ് സത്യമാണല്ലോ. ജോക്കുട്ടാ, എന്നാലും വേണ്ടായിരുന്നടാ. എന്ത് വേണ്ടായിരുന്നു? അല്ല, അപ്പുറത്തെ ആ പെണ്ണും ഞാനും തമ്മിൽ ലവ് എന്നൊക്കെ ആയ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട്. ചേട്ടായിക്ക് ആലീസ് ചേച്ചിനെ കെട്ടാൻ ഒട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. എന്നാലും അമ്മച്ചൊക്കെ എന്നെ വിചാരിച്ചു കാണും. പിന്നെ ഈ പ്രായത്തിലൊക്കെ ഒരു പ്രേമില്ലാന്ന് പറഞ്ഞാലേ എന്നെ നാണക്കേടാന്നറിയോ? അയ്യേ. മതി മതി. എന്ത് ഏട്ടേ എന്നതാ ആകെ ഒരു എന്നത്? നീ കഴിക്കും. എന്നാടാ ആളെ പറ്റിക്കാനായിട്ട്? താക്കോല് വാങ്ങാൻ നേരത്തെ വരണം പറഞ്ഞിട്ട് വന്നാണ്. അതിന് ബുള്ളറ്റിലാണോ അവന്റെ? ഫ്ലൈറ്റേ വരണം. ഇതേ കൊച്ചച്ഛന്റെ ബൈക്കാ, ലേറ്റ് ആവാതിരിക്കാൻ എടുത്ത. ആരെ ഇങ്ങനെ ആശിപ്പിക്കരുത് കേട്ടാടാ. കൊഞ്ചു തലയാ, ഒരു കൂളിംഗ് ഗ്ലാസും ബുള്ളറ്റും ആട് തോമേ. താക്കോലി. നിന്റെ ചേട്ടൻ ഇത് എന്തിന്റെ കേടാടാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇനി മേലെ നിന്നെ ബുള്ളറ്റ് കണ്ട നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടി. കേറി പോയിരുന്ന പഠിക്കണം. പോകണ്ട. വാ മക്കളെ. പോയിരുന്ന പഠിക്കണം. പോടാ, പോയിരുന്ന പഠിക്ക് പോ. വാ. ഇതിപ്പോ മൂന്നാമത്തെ അച്ഛനാ. മൂന്നാമത്തെ? ഒന്നുമില്ല, അവ പറയേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ. ഇത് പള്ളി കമ്മിറ്റിയുടെ മൊത്തത്തിലുള്ള തീരുമാന. ടെസ ചെയ്താലേ ആ കഥാപാത്രം ശരിയാവത്തുള്ളൂ. വെറോനിക്കായിട്ട് അഭിനയിച്ച അത്ഭുതങ്ങളുണ്ടാവും. ബാംഗ്ലൂർ ഒരു പെങ്കൊച്ച് വെറോനിക്കായിട്ട് അഭിനയിച്ചപ്പോ ആ പെങ്കൊച്ചിന് ലോട്ടറി അടിച്ചു. അച്ഛൻ എന്നെ കാണിക്കണ പറയണ്ടൊക്കെ നീ തന്നെ പറയുന്നു. എന്നാ പിന്നെ ഈ കുപ്പായം കൂടി ഇട്ട് നീ തന്നെ പോയി പറ. അത് എന്റെ ഒരു ഇതല്ലേ അച്ഛാ. അപ്പോ ഞാൻ പോയി പറഞ്ഞേച്ചു വരാം. അല്ലയോടാ ദാവിദേ, നീ ചെന്ന് പറയുന്നല്ലേടാ അതിന്റെ ഒരു അച്ഛന്റെ അനിയനെ പേടിയാണോ? പേടി? എടാ ദാവിദേ, കൊച്ചിലെ അവനെ എടുത്തോണ്ടല്ലോ ഞാൻ ഇവിടെയൊക്കെ. അല്ല ഇവിടെ നിന്റെ വീട്ടിൽ പോയിരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അകത്തോട്ടിരിക്കാം. നേരാ, ഇടവക സന്ദർശനത്തിനല്ല ഞാൻ അങ്ങോട്ട് വന്നിട്ട്. അമ്മ അങ്ങോട്ട് നോക്കേ, അച്ഛൻ അങ്ങോട്ട് പോ. എന്നാ പിന്നെ വരുന്നത് പോലെ ഇതിവിടെ ഇരിക്കട്ടെ. ചർച്ച വിജയിച്ച ഇതുവഴി ഇല്ലേ? ഇല്ലേ? എന്നെ ചർച്ചയാടാ? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടെ ഐക്യപ്പെടാൻ പോകുന്നതിന്റെ ചർച്ച. ഉമ്മൻചാണ്ടി വരുന്നുണ്ടോ? പിണറായി സഖാവും ഉണ്ട്. ഇപ്പോഴെങ്കിലും അവർക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ആരാ മോനെ? അമ്മ കേറി പോന്നേ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ ഉപദേശിക്കാനാന്നേ അകത്തോട്ട് വരണ്ട. പാറപ്പുറത്ത് ആരെങ്കിലും വിത്ത് വിതയ്ക്കോടാ. പാറപ്പുറത്ത് ഓഹോ ഊതിയതാണല്ലോ. സ്തുതിയായിരിക്കട്ടെ. അച്ചോ വന്നിട്ട് പുറത്തു തന്നെ നിക്കുവന്നോ? അകത്തേക്ക് വന്നാട്ടെ. കേറി വാ വല്യപ്പച്ച. ഓ ഇനിയിപ്പൊ ഞാനായിട്ട് എന്നാത്തിനാ കുറയ്ക്കുന്നേ? വന്നാട്ടെ. അച്ചോ വന്ന കാലേ നിക്കാതെ ഇരുന്നാട്ടെ. എടി അച്ഛൻ പറഞ്ഞത് കേട്ടായിരുന്നോ? പാറപ്പുറത്തെ വിത്ത് വിതയ്ക്കലെന്ന്. എന്ന് വെച്ചാ ഞാൻ വെറും പൊട്ടനാണ്. അയ്യോടാ കുഞ്ഞെ, ഞാനതൊരു വാക്യം പറഞ്ഞതല്ലയോ. ഹൃദയശുദ്ധി ഇല്ലാത്തവനോ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടും. കുടുംബത്തെ മറന്ന് സ്വന്തം സൗകര്യം മാത്രം തിരയുന്നവനോ നിന്ദിക്കപ്പെടും. അങ്ങനെയൊക്കെ പറയുന്നത് പോലെ. മനസ്സിലായി. അതും എനിക്ക് ഇട്ട് തന്നെ. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ അച്ഛന് മുടിഞ്ഞു തിരക്കാ ഇല്ലയോ അച്ചോ? വേണ്ട, കണ്ടോ വലിയ സൽക്കാരൊന്നും വേണ്ടെന്നല്ലോ കുഞ്ഞെ അതിന്റെ അർത്ഥം. എനിക്ക് രണ്ടെണ്ണം കയറ്റി പറയാൻ അറിയാം. സത്യം പറഞ്ഞ ഞാൻ മടിച്ചും പേടിച്ചൊക്കെ ഇങ്ങോട്ട് വന്നേ. ഇവിടുന്നൊരു സഹായം വേണേ വന്നല്ലേ പറ്റൂ. എന്നതാ വല്യപ്പച്ച? മോളെ, പള്ളി പെരുന്നാളിന് തരികല പിരിവല്ലയോ? എന്റെ തല പോയാലും 5 പൈസ തരികല. സത്യത്തിൽ നിനക്ക് തലയുണ്ടോടെ? വീണ്ടും അർത്ഥം വെച്ച് കുത്തുവാ. അച്ഛൻ പറ. പെരുന്നാളിന് പള്ളിയിൽ ഒരു നാടകം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്യുന്നത്. അതേല് നായികയായി ടെസ്സമോൾ അഭിനയിക്കും. നല്ല നാടകമാ, നല്ല ഗുരുത്തുള്ള കഥാപാത്രം. എല്ലാ അച്ഛന്റെ ആഗ്രഹം. ഏതച്ഛന്റെ? പള്ളിയിലച്ഛന്റെയോ ഇവിടെ അച്ഛന്റെയോ? നാടക നടി, അതും വർക്കിയുടെ മോള്. ലോഹ ഇട്ടാ പിന്നെ എല്ലാവരും തുല്യരാ. സ്വന്തം അപ്പനാണേലും ബന്ധം വെച്ച് സഹായിക്കാൻ പാടില്ല എന്നൊക്കെ ന്യായം പറയുന്ന ആളല്ലയോ ഇവൾ. അഭിനയിക്കേല ഒന്നും പറയണ്ട. ചില കാര്യങ്ങളില് ഞാൻ ഇവരുടെ താളത്തിന് തുള്ളിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഈ വാക്കെങ്ങാനും തട്ടിയാല് പള്ളിയിൽ വന്ന് സ്റ്റേജിൽ ഞാൻ ബോംബ് വയ്ക്കും. സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. പോവാന്നോ? അല്ല അച്ചോ, അതെ ഇവക്ക് ന്യൂസിലൻഡിൽ പോകാൻ ഒരു 10 ലക്ഷം രൂപ വേണം. അപ്പൊ അതേലൊരു 5 രൂപ പള്ളിയെന്ന് തരാമെങ്കിൽ ഇവിടെ വിടാം. ഇല്ലയോടി? വേണ്ട, അങ്ങനെ പകരത്തിന് പകരൊന്നും വേണ്ട. വല്യപ്പച്ചൻ വിഷമിക്കണ്ട. മറ്റാരെങ്കിലും വെച്ച് അഭിനയിപ്പിച്ചു. മോളെ, നീയാണ് അതിൽ നായികയായിട്ട് അഭിനയിക്കണമെന്ന് കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ടേ. അതങ്ങനെ തന്നെ നടക്കും. പോട്ടോടാ. അല്ല അച്ചോ, ഒന്നുകൂടെ ആലോചിച്ചു പോലെ. നീ എന്നെ അച്ചോന്ന് വിളിക്കുമ്പോ എന്റെ അപ്പനെ വിളിക്കുമ്പോലാ. പിന്നെ ആദ്യം നമ്മൾ രണ്ടുപേരുടെ അപ്പനായിരുന്നെന്ന് ആലോചിക്കുമ്പോഴാ ഒരു സമാധാനം. നന്നാവൂ, നീ നന്നാവൂടാ. കർത്താവ് ആരെയും കൈവിടത്തില്ല. ശരിയാ അച്ചോ. പയ്യ പോണേ, അവിടെ എങ്ങാണ്ട് ഒരു കല്ലട കിടപ്പുണ്ട്. നീയൊക്കെ ഉള്ളിടത്ത് കല്ല് മഴയാടാ പയ്യ. പറഞ്ഞു കേട്ടോ? സത്യല്ലേ പറഞ്ഞത്? എടീ സുലു. അച്ഛോ വാ വാ. സമ്മതിച്ചായിരുന്നു അച്ഛോ? ഞാനാ ഹീറോ എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞു? ഹീറോയുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ? ടെസമോക്ക് ന്യൂസിലാൻഡിൽ പോയി പഠിക്കാൻ 5 ലക്ഷം രൂപ കൊടുത്താലേ നാടത്തിൽ അഭിനയിക്കാൻ വിടത്തുള്ളന്ന്. അതൊരു കാര്യം ഇടപെടായി പോയില്ലോ. ഏട്ടായി 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 എന്നാ ഏട്ടായി എന്നാ കാര്യം? കടയിൽ നിന്ന് മാറാതെ നിൽക്കുന്ന ആളല്ലയോ? ഇന്നിത് എന്നാ പറ്റി ഏട്ടായി? അല്ലടാ, എനിക്ക് ഒരു മനപ്രയാസം. അങ്ങനല്ലയോ? എനിക്കറിയാം, പരീക്ഷയിൽ ഒരു മാർക്കെങ്കിലും കുറഞ്ഞു എന്നുള്ള പേടി. എന്റെ ഏട്ടായതേ. നിന്റെ കാര്യമൊന്നും നല്ലടാ. പിന്നെന്നാ? നിന്റെ അടുത്തുനിന്ന് ഇന്നേ വരെ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ആന്നേ, ബാങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള കാര്യം നിനക്ക് അറിയാലോ. എന്റെ പഠിപ്പിനെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു ചെറിയ തുക തൽക്കാലത്തെ ഞാൻ പിൻവലിക്കുവാന്നേ. എന്താ ഇപ്പോ അങ്ങനെ ഒരു അത്യാവശ്യം? അതെന്നേലും ആയിക്കോട്ടെ, അങ്ങനെ പിൻവലിക്കുവാന്നേ നിനക്ക് സമ്മതാണോ? ഈ ചേട്ടായിക്ക് എന്നതാ പറ്റിയേ? ചോദിച്ചതിന് സമാധാനം പറ. ഇല്ല, സമ്മതിക്കത്തില്ല. എന്റെ ചേട്ടായി, ചേട്ടായിയുടെ കാശ്
അത് അനാവശ്യമായിട്ട് ചെലവഴിക്കത്തില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ പിൻവലിക്കുന്നേ, എടുക്കുന്നേ. വാ വാ. എങ്ങനെ ഇതൊക്കെ വരയ്ക്കണേ? കൊള്ളാം, കിടു. വാ, ഇനി എന്നെ വരയ്ക്കും. ഒരു ഹെൽപ്പ് ചെയ്യടാ. എന്നാടാ? എടാ നീ ആ മാത്സിന്റെ ഹോംവർക്ക് ചെയ്തെന്നേ, ചിലപ്പോ ബ്രോക്ക് എനിക്കിട്ട് പണി തരും. പ്ലീസ് ഡാ. എടാ ഞാനാ ചെയ്തതെന്ന് സാറ് പറഞ്ഞാ. ഇല്ലെന്ന്. നീ ആരാ? ഞങ്ങളെ കാണപ്പെട്ട് ദൈവമല്ലോടാ. അത്ര തള്ളൊന്നും വേണ്ട. എന്നാ എന്റെ ആദ്യം ചെയ്. വന്നടാ, നീ വിട്ടേ. ഇതിനെ സാറുമാരെ സമരം. ആരും ഇറങ്ങി പോരുത്, ബാഗ് തുറക്കരുത്, എല്ലാം അതാത് സ്ഥലത്ത്. എന്താ പ്രശ്നം? പറഞ്ഞത് മനസ്സിലായല്ലോ. ടീച്ചറെ തുടങ്ങാം. അലക്സ് സാറേ വീഡിയോ എടുത്തോ. ശരി സാറേ. ബാഗ് തുറക്കടാ. ആ ബലം പിടിക്കണ. അത് ശരി. എന്റെ ആ കൊള്ളാല. ആപ്പിള്, ഓറഞ്ച്. ടീച്ചറെ ഇവന്റെ ബാഗ് എന്തോ ഫ്രൂട്ട് സ്റ്റാളാണെന്ന് തോന്നിട്ടാ. കൈമാറ്റ. ഈ ബാഗ് ആരുടെയാ? സാറേ ആ ലൈറ്റ് ഒന്ന് കിട്ടാ. ആ ബാഗ് എടുക്കും. ആ നിന്റെ ബാഗ്. വേറൊരു സാധനം നോക്കാനാണ്. ഇതാര് ഹീറോയാ? കഥയും ലേഖനവും മാത്രം എഴുതുള്ളൂ അതോ ആധാരം എഴുതോ? ഒരു ലാൻഡിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നേ, അത് നിന്നെ കൂടെ എഴുതിക്കാനാ. ആട്ടെ നിന്റെ ബാഗ് എടുക്കും. എടുക്കണാ. നല്ല പേടിച്ചില്ല പരാഗ്. ടീച്ചറെ തുടങ്ങാം. അലക്സ് സാറേ വീഡിയോ എടുത്തോ. ശരി സാറേ. ബാഗ് തുറക്കടാ. ആ ബലം പിടിക്കണ. ടീച്ചറെ ഇവന്റെ ബാഗ് എന്തോ ഫ്രൂട്ട് സ്റ്റാളാണെന്ന് തോന്നിട്ടാ. കൈമാറ്റ. ഈ ബാഗ് ആരുടെയാ? സാറേ ആ ലൈറ്റ് ഒന്ന് കിട്ടിട്ടാ. എന്താ നിന്റെ ബാഗ് ഇടണ? ആ ബാഗ് ആട്ടെ നിന്റെ ബാഗ് എടുക്കും. എടുക്കണാ. പേടിച്ചില്ല പരാഗ്. ഹീറോന്റെ ബാഗിൽ നിന്ന് പരാഗ്. തരൂല. കണ്ടല്ല മോനെ, ഞാൻ സാറല്ല സ്റ്റാറാ. എന്റെ അടുത്തൊക്കെ സാർ എനിക്കറിയില്ല, എന്റെ ബാഗിൽ ഇതെങ്ങനെ എനിക്കറിയില്ല സാർ. അതൊക്കെ നമുക്ക് ഹെഡ് മാസ്റ്റർ അടുത്ത് ചെന്നിട്ട് പറയാം. ടീച്ചർ എനിക്കൊന്നും അറിയില്ല. എന്താടാ ഇത്? നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. സാറേ ജോൽ അങ്ങനെ ചെയ്യത്തില്ല. നീ വന്നേ വാ. അതെ ക്ലാസ് ടീച്ചർ എത്തിയില്ലല്ലേ? വരട്ടെ, നിന്നെ കുറിച്ച് എന്നാ നാവാ. വന്ന് കാണട്ടെ. നടക്കടാ അങ്ങോട്ട് പോ. ടീച്ചർ വാ. എനിക്കൊന്നും അറിയാൻ പറ്റില്ല ടീച്ചർ. ഇത് ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. പോലീസിനെ അറിയിക്കണമെന്ന എല്ലാവരുടെയും തീരുമാനം. പോലീസിനെ അറിയിക്കാനോ? സാർ എന്താ ഈ പറയണേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഇവനെ. സർ ഇവനിത് ചെയ്യത്തില്ല. ഇതേ ഇവന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ പിന്നെ ഇതെന്നാ മായാജാലോ? അന്തരീക്ഷത്തിൽ നിന്ന് പറന്നു വന്ന് ബാഗിൽ കയറാൻ.
മായാജാലാണെന്ന് തന്നെ വെച്ചോ. സാറേ, നിരോധിത വസ്തുക്കൾ സ്കൂളിൽ കണ്ട അതിന്റെ പേരിൽ നടപടി എടുക്കുക തന്നെ വേണം. എന്നുവെച്ച് പാവപ്പെട്ട ഒരു കുട്ടിയെ കൊടുക്കണമെന്ന് വിചാരിച്ച അത് ഞാൻ സമ്മതിക്കില്ല. അതിനി എന്ത് വന്നിട്ടാണേലും ശരി, ഞാൻ സമ്മതിക്കില്ല. അതെ, സ്വർണം കായ്ക്കുന്ന മരമാണേലും നമ്മുടെ പൊരയ്ക്ക് മീതെ വളർന്നാലേ. പഴഞ്ചൊല്ലൊക്കെ എനിക്കും അറിയാം, പറയിപ്പിക്കരുത്. സർ, നമ്മുടെ സ്കൂളിന്റെ അല്ല, നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമാണ് ഈ നിൽക്കുന്നത്. എനിക്കിവിടെ നിയമമല്ല, സത്യമാണ് പ്രധാനം. ഏതായാലും പോലീസിനെ വിളിക്കും. എനിക്കും പോലീസിനോട് ചിലതൊക്കെ പറയാനുണ്ടോ? ചേട്ടത്തിക്ക് അപ്പുറത്ത് പണിയൊന്നുമില്ലേ? ചെന്നാട്ടെ. സാർ എന്നാ പറയുന്നു? അത് ജോയൽ ഇതിൽ തെറ്റുകാരനല്ലെന്നാ എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടെ വിജിലന്റ് ആവണം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പോലീസിന് വരുത്താം. വിജിലന്റ് ആവാനൊന്നുമില്ല സർ. എന്നോടുള്ള വിരോധം കൊണ്ട് എന്റെ കുട്ടികളെ കരുവാക്കാനുള്ളൊരു ശ്രമമാണ്. ജോയലിന്റെ കാര്യം ഞാൻ ഏറ്റു സർ. കേട്ടല്ലോ, നിങ്ങൾ ചെല്ല്. ജോയലെ, എന്താടാ ഇത്? നോക്ക്, ജീവിതത്തിൽ ഇമാതിരി സിറ്റുവേഷൻസ്, പ്രതിസന്ധികൾ, അപ്പോഴല്ലേ നമ്മൾ കൂടുതൽ ബോൾഡ് ആവണ്ടേ? ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കണം. എന്താ, അങ്ങനെ വേണ്ടേ? ടീച്ചർ, ഇത് ഞാനല്ല, എന്റെ ബാഗിലാരോ. എനിക്കറിഞ്ഞൂടെ കുട്ടി നിന്നെ. വിഷമിക്കാതിരിക്കെ. നോക്കു മോനെ, ജീവിതത്തിൽ നമുക്ക് എല്ലാത്തരം ഫ്രണ്ട്ഷിപ്പും വേണം, മോശ സ്വഭാവക്കാരും. നമ്മളിലെ നല്ല ക്വാളിറ്റീസ് നമുക്ക് അവരിലേക്ക് പകരാൻ കഴിയണം. മറിച്ച് അവരുടെ കുഴപ്പങ്ങൾ നമ്മളിലേക്ക് വരികയാണെന്ന് തോന്നിയ ഒരല്പ അകലം പാലിക്കണം. കരുതല് വേണം. മനസ്സിലായോ? ഗുരുനാഥനല്ല, കുരുനാഥൻ എന്ന് വിളിക്കണ്ടേ? ഒരു പാവത്തിന് കള്ളനാക്കാൻ എന്നാ ഉത്സാഹമാ. ദേ, ടീച്ചർ പറഞ്ഞത് മനസ്സിൽ വെച്ചു. ഒരു തുള്ളി പാഷാണം പാലേ വീണ ആ പാല കെട്ടുപോന്നെ. ചെല്ലേ. നിന്നെ തന്നെടാ, നമുക്കൊന്ന് കൂടണം കേട്ടടാ. ഹീറോന്റെ ബാഗിൽ നിന്ന് പരാഗ്. ടീച്ചർ, എനിക്കൊന്നും അറിയില്ല. ഏട്ടായി, 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 ഇന്ന് സ്കൂളില് നമ്മളോട് ഒരാൾക്ക് ഇഷ്ടവും സ്നേഹവും തോന്നുകയെന്ന് വെച്ചാ അതൊരു വല്ലാത്ത അവസ്ഥ ജോക്കുട്ടാ. നിനക്കെല്ലാം അറിയാവുന്നല്ലയോ, അതുകൊണ്ടാ ഒക്കെ അങ്ങ് പറയുന്നത്. ജോക്കുട്ടാ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നുടാ. എന്നാലും നിന്റെ ബാഗിൽ എങ്ങനെ അത് വന്നു? ജോയലെ, നിന്റെ ബാഗിൽ എന്നാടാ? ഒന്ന് സ്കൂളിലേക്കാണല്ലേ? ഇതും കൂടെ കൊണ്ടുപോക്കട്ടാ. ഇനി ആർക്കെങ്കിലും അറിയണോടാ?
എന്തിനാടാ വെറുതെ? പോയോന്ന് എഴുതി തന്നടാ. പോയ എനിക്കെല്ലാം മനസ്സിലായി. ഇന്നലെ നീ കൂടെ എന്നെ പെടുത്തിട്ട് ഡാടാ ഷൈനിങ് ഇച്ചിരിയും കുറച്ചു തരാം. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? എന്നാണ് റോഷൻ വെറുതെ പ്രശ്നം എന്താടാ ഇത്? റെസ്ലിംഗോ? തല്ല ടീച്ചറേ. ഗെറ്റ് ഔട്ട്. ഇറങ്ങി പോവാൻ. ടീച്ചർ ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ലേലും നീയൊന്നും ചെയ്യില്ലല്ലോ. ടീച്ചർ ജോലിനെ ആദ്യം ഇവരാ തല്ലിയേ. നിനക്കും ഇവരെ കൂടെ പുറത്തു പോണോ? സ്കൂളിലെ ഏറ്റവും നോയ്സൻസ് ഈ ഡിവിഷനാ. എല്ലാ കുഴപ്പത്തിനും ഉണ്ട്. ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവരുടെ ഒരു ഊള ക്ലാസ്. എന്താടാ ഇന്നും പുറത്താ? അതൊക്കെ എന്നാ ചൂടാ സാറേ. നിന്നേക്ക് ഇങ്ങോട്ട് വിടുന്ന വീട്ടുകാരുടെ ഉള്ളിലാടാ യഥാർത്ഥ ചൂട്. വയ്യല് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടാ. വലിയൊരു പഠിപ്പിച്ചു. അവ ആരാന്നാ അവന്റെ വിചാരം? പോട്ടറാ. പിന്നെ അവന്റെ ബായി കൊണ്ട് പരാഗ് വെച്ചാ ആ സമയത്ത് നീയാണേലും എന്നാ ചെയ്യും? എടാ ജോയലിനെ എങ്ങനെയും നമ്മുടെ കൂട്ടത്തിൽ എത്തിക്കണം. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പ്ലസ് ആടാ. അത് നേരാ. ടീച്ചർമാരെ പെമ്പിളരുടെ ഇടയിൽ നമ്മുടെ ഇമേജും കൂടും. അല്ലേലും വീട്ടിൽ അപ്പൻ ഉദാഹരണം പണതും ഇവനെ വെച്ചാണ്. ജോയിലേ ഇങ്ങോട്ട് വന്നേടാ. വന്നേ. ജോയിലേ ഞങ്ങളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യടാ. അതെ എന്നോട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. എന്റെ സ്വഭാവം പറയേ. ഓ പിന്നെ നിന്റെ സ്വഭാവം മാറിയാലും വിട്ടേക്ക് മുത്തേ. അതെ നീ ആദ്യം എന്റെ ബാഗിൽ പാൻ ബാഗ് ഇട്ട് ഇതും മാറാം. കാര്യം പറയട്ടെ. അവിടെ ജോയലെ സ്കൂൾ അടയ്ക്കാൻ 4 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനൊരിടത്ത്, നീ ഒരിടത്ത്, ഇവനൊരിടത്ത്. പറഞ്ഞല്ലോ തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. സോറിടാ. സോറി പറയടാ. അതൊന്നും വേണ്ട. ഏതൊന്നും വേണ്ടെന്ന്. സോറി വേണ്ട. സോറി ജോയലെ. ഇറ്റ്സ് ഓക്കെ. ഇനി ഒരിക്കൽ കൂടി വിളിച്ച ഓടാ. ജോയലെ ഒരു വലിയ സോറി ഞങ്ങളും കൂടെ പറയട്ടാ. വിട്. അപ്പൊ ദേഷ്യമൊന്നും ഇല്ലല്ലോ. എങ്കി ഓക്കെ കൈ കൊടുക്ക്. ഒക്കെ അവരുടെ നമ്പരാ. നിന്നെ അവരുടെ ഗ്യാങ്ങിൽ ചേർക്കാനായിട്ട്. അതൊന്നുമല്ല. അവര് സോറി പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എന്തിനാ വെറുതെ പിണങ്ങിയിരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്? നിങ്ങൾ വന്നേ. ജോയില് അന്ന് ജാൻസി ടീച്ചർ നിനക്കൊരു പേന തന്നില്ലായിരുന്നു. നമ്മളൊരു സെൽഫി എടുത്തായിരുന്നു. അതെ ഫിലിം പോസ്റ്റ് ചെയ്തു. നോക്ക് ലൈക്കും കമന്റ് വന്ന് നിറയുവാ. നോക്കി ഇത് കൊള്ളാലോ. മൂട്ടിച്ച ക്ലാമറല്ലടാ നിനക്ക്. സെന്റ് മേരീസ് ലാലുവിന്റെ കമന്റ് നോക്കി. ജോയൽ യു ലുക്ക് ക്യൂട്ടാ. അടുത്ത കമന്റ് ജോയലെ ഒരു സ്റ്റാർ ഔട്ടറാ. നിനക്കെന്താടാ ഫോണില്ലാത്ത? അതിനൊന്നും ആവശ്യമില്ല. എന്താ ആവശ്യമില്ല? ഇപ്പൊ നോക്കിക്കോ കമന്റിലേക്ക് വന്ന് കൂടുന്നത്. സെൽഫി റെഡി. വരുന്നടാ. നോക്ക് ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇടും. ജോയലെ നീ വരുന്നുണ്ടല്ലോ. വരുന്നടാ. ശരി എന്നാ ശരി. ബൈ. ഓക്കേടാ നാളെ കാണാം. എന്നാ പിന്നെ അവരുടെ കൂട്ടത്തിൽ നടന്നു വന്നാ പോരായിരുന്നോ? അതല്ലെന്നേ. ഏതല്ല നോക്ക് ചേട്ടായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയണം. സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നടാ ഇത്? കുറച്ച് കാശാ. 5 ലക്ഷം ഉണ്ട്. പള്ളിക്ക് സംഭാവനയാണോ? വലിയ തുകയാന്നല്ലോ. പള്ളിക്കൊക്കെ ഞാൻ തരാച്ചു. പക്ഷെ ഇതിപ്പോ ആ ടെസക്കൊച്ചനാ.
അച്ഛന് ഈ കാശ് ആ കൊച്ചിനൊന്ന് കൊടുക്കണം. രസയ്ക്കോ? ആ കൊച്ചിന് ന്യൂസിലൻഡിൽ പോയി പഠിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞില്ലേ? 5 ലക്ഷം രൂപ. അതാ. അതിന് ദാവീദേ നീ കോടീശ്വരനാണോ? ആ തയ്യൽ മെഷീൻ ചവിട്ടി മിച്ചം പിടിച്ച് ഉണ്ടാക്കിയ ഈ കാശ് അതിങ്ങനെ ആലോചിച്ചിട്ടാണോടാ? സഹതാപം കൊണ്ടൊന്നും അല്ല ചോ, നാടകത്തിൽ അഭിനയിപ്പിക്കാനും അല്ല. പിന്നെ ഇതെന്റെ കടമയാണെന്ന് തോന്നുന്നു. ആ കൊച്ചു രക്ഷപ്പെട്ട ആ കുടുംബം രക്ഷപ്പെടും. ജോക്കുട്ടനെ പോലെ ഒരു കൊച്ച് അവിടെ ഇല്ല ചോ സാറാ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു ഗുണം കിട്ടും എന്ന് കരുതിയിട്ടാ ഞാനാണ് ഈ കാശ് തന്നതെന്ന് ഞാനും അച്ഛനും പിന്നെ കർത്താവും മാത്രമേ അറിയാവൂ. ഓ, 5 ലക്ഷത്തിന് പകരം 10 ലക്ഷം ചോദിക്കാമായിരുന്നല്ലയോ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞു. മോളെ മറക്കാതെ നാളെ കാലത്തിന് കാശ് ബാങ്കിലിടണം കേട്ടോ? ശരി വല്യപ്പച്ച. ചെല്ല. കോളേജ് കിട്ടില്ലേ? സമയം കഴിഞ്ഞല്ലോ. കോളേജ് കഴിഞ്ഞ് വരുമായിരിക്കും അല്ലേ? ദാവീദ് എന്താ ഇവിടെ? ഞാൻ ഇതിലെ ടൗണിൽ പോയിട്ട് വരാം. ടൗണിൽ പോകാൻ ചേലപ്പാറ വഴിയല്ലേ എളുപ്പം? അല്ല, ഇപ്പൊ ഈ വഴിക്ക് എളുപ്പാ. ടെസ്റ്റ് കണക്കായിരിക്കും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ദാവീദ് പോയിക്കോ. ഇപ്പൊ ബസ് ഉണ്ട്, ഞാൻ പോയിക്കോളാം. അല്ല, ബസ്സിന്ന് ലീവ് ആണോ പിന്നെ ലേറ്റ് ആണോ ടയർ പഞ്ചറായെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ വാ, ഞാൻ വീട്ടിലാക്കാം. അല്ലേ മോളെ? എന്നാ നീ പോയിക്കോ. കേറിക്കോ, സൂക്ഷിച്ചു. ആ ദാവീദാമൻ ഗീതം കേൾക്കേ, മാലാഖേ നീയാടാറില്ലേ? ദാവീദാമൻ ഗീതം കേൾക്കേ, മാലാഖേ നീയാടാറില്ലേ? പ്രേമാർദ്രമാകുമീ ഹൃദയത്തിൻ താളം കേട്ടില്ലേ കേട്ടില്ലേ കൺമണി? ഗായക ഗായക ഓ പാടുക നീ. ദാവീദേ നിൻ ഗീതം കേൾക്കേ, മാലാഖയാം ഞാൻ പാടാറില്ലേ? ശോഷന്നത്തൻ പൂവായി ഞാൻ വിടർന്നല്ലോ. കനവുകൾ നിലവുകൾ മലർമഴ തൂവുമ്പോൾ, മുളകളിൽ കളകളം കുളിർത്തിന്നൽ മൂളുമ്പോൾ, ദാവീദാമൻ ഗീതം കേൾക്കേ, മാലാഖേ നീയാടാറില്ലേ? പ്രേമാർദ്രമാകുമീ ഹൃദയത്തിൻ താളം കേട്ടില്ലേ കേട്ടില്ലേ കൺമണി? ഗായക ഗായക ഓ പാടുക നീ.
चांदनी एम प्रेजेंट टीचर। इरफान एम പ്രസന്റ് ടീച്ചർ. इंदू के प्रेजेंट टीचर। जॉयल जॉन जॉयल जॉन ഇങ്ങോട്ട് വേണം, ഇവിടെ ഇരിക്കും. പ്രസന്റ്. എന്താടാ എന്നാ ടീച്ചറെ? ഫ്രണ്ട് ബെഞ്ചിലല്ലേ നിന്റെ സീറ്റ്? സാരമില്ല, ഇനി ഇവിടെ ഇരുന്നോളാം. ഇങ്ങ വാ, ഇവിടെ ഒന്നിരിക്കെ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. തോന്നും പോലൊക്കെ ഓരോന്ന് ചെയ്യാനേ, ഇത് നിന്റെ വീടല്ല. പറഞ്ഞ അനുസരിക്ക്, ഇവിടെ ഒന്നിരിക്കെ. അതെന്നാ പണിയാ ടീച്ചറെ? അത് ഞങ്ങളെ കളിയാക്കും പോലല്ലേ? ജോയൽ, ഞാൻ പറഞ്ഞതനുസരിച്ചില്ലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. ഇവിടെ ഒന്നിരിക്കെ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ക്ലാസ്സിൽ മാത്രമല്ല. ആകെ അങ്ങ് പുറകോട്ട് പോവുക നീ. ആരേ വരുത്തുന്നേ ജാടാ. ബെസ്റ്റ്. ചേട്ടത്തിക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? ഈ ഉച്ചക്കഞ്ഞി പൊറോട്ട ആക്കാൻ പറ്റുമോ? നിനക്കൊക്കെ പൊറോട്ട അടിക്കാൻ ഇപ്പൊ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ. പോയി രക്ഷപ്പെടാൻ നോക്കണേ ചേർക്കാം. ഇവരും അവരുടെ ആളാ. ആ ഫ്രീക്കത്തി ജാൻസി ടീച്ചറിനെ വെച്ച് നോക്കുവാണെങ്കിൽ എന്നാ പാവാണ്. ഇവനെ പറഞ്ഞാ മതി, ആ ജ്യോതിയൊക്കെ എന്നാ ചിരിയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിരി ചിരി കാണാനേ എന്നെ രസമല്ലടാ. അല്ലടാ, ഒന്നും ഉണ്ടായിരടാ. കേട്ടോടനെ ബെഞ്ചെന്ന് പറയാൻ ഇവനും. ടീച്ചർ ഇവനെ ബെഞ്ചെന്ന് പറയുമ്പോ നീ എന്നാത്തിനാ അടിച്ചിരിച്ചേ? പിന്നെ ചിരിക്കാതെ, അവൻ അവരുടെ പെറ്റല്ലായിരുന്നു. കണ്ടാ നീ വിസ്പർ അടിച്ചായിരുന്ന? ഒന്ന് പോടാ അവിടെ നിന്ന്. അടിച്ചടിച്ച് നിന്റെ കട്ട ഫാൻസ് ആയിരുന്നു. തീർന്നിട്ടുണ്ട്. ക്ലാസ്സിലെ ഏറ്റവും വലിയ പൊട്ടനാണോ നീ ഇപ്പോ? ഞാനത്ര പൊട്ടനൊന്നല്ല. എടാ, നീ അത് വലിയ പ്രശ്നമാക്കണ്ട കേട്ടോ. ജോയലേ, ഇതൊന്ന് കഴിച്ചു നോക്കി. എന്നാടാ ടീച്ചർ എവിടെ? അതെന്താടാ, ഞങ്ങളൊന്നും ടീച്ചർമാരല്ലേ. ക്ലാസ് ടീച്ചർ ജാൻസി ടീച്ചർ. എനിക്കറിയാൻ പാടില്ല. ടീച്ചറാ, വെറും ടീച്ചർ. അല്ലാണ്ട് എന്റെ അപ്പനമ്മയൊന്നുമല്ലല്ലോ. ആന്നോ? നീ കാര്യം പറയടാ. ആരോട് മിണ്ടണം, ആരോട് മിണ്ടണ്ട, അതൊക്കെ എന്റെ കാര്യങ്ങളാ. അതെ, ആളാവിലൊക്കെ അങ്ങ് പുറത്ത്. ഇത് സ്റ്റാഫ് റൂമാ. ഏത് റൂമാലും ഞാൻ പറയാനുള്ളത് പറയും. അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുമാതിരി. ഞാൻ എനിക്ക് തോന്നിയ ബെഞ്ചിലിരിക്കും. എന്തൊക്കെയാടാ നീ പറയണേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ബെഞ്ചിലിരിക്കും. ചിലപ്പോ മുന്നിൽ അല്ലെങ്കിൽ പിന്നില്. ഇനി എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഇപ്പൊ മനസ്സിലായോ എന്ത്? ഈ പ്രേമത്തിന്റെ ഒക്കെ ഒരു സുഖം? പ്രേമോ? ആർക്ക്? എന്തു പ്രേമോ? അജയ പോയിട്ട് പണിയെടുക്കണം. ടീച്ചറോ? എടാ അധികൃത വാ ടീച്ചറെ. ഇരിക്കും ടീച്ചറെ. വാ ഇരിക്കും. സീനെ നമ്മുടെ ടീച്ചർ. ദാവിദ് ജോലി തിരക്കിലായിരുന്നു അല്ലേ? ഏയ് ടീച്ചർ പറയ്. ഞാന്
നമ്മുടെ ജോയലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ. ഒരു മിനിറ്റ്. ഹലോ, അതെ. ടീച്ചറെ, ടെസയാന്ന്. ഒരു നിമിഷം ടീച്ചറെ, കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹലോ, പറഞ്ഞോ. ഹലോ, എന്നതാ വിളിച്ചേ? എന്നതാ വിളിച്ചൂടായോ? അതിനെന്നാ വിളിച്ചോളൂ. അതെ, ഞാൻ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനക്കാരിക്കുവാ. എന്നടാ താമസിച്ചേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. ജോയലായിരുന്നു. ന്യൂസിലാൻഡിൽ പോകാനുള്ള പൈസയൊക്കെ റെഡിയാന്ന് കേട്ടല്ലോ. ജോയലേ, നോക്ക്, നിനക്കൂടെ ഒരാളുടെ കാശാ. ആന്നേ, നീ ചോദിക്കടാ. നിന്റെ ചേരിങ്ങി തരാൻ പറ. ക്യാഷ് ആയിട്ട് തന്നാലും മതി എന്ന് പറ. നീ പറയുന്നത് കേട്ട ചേട്ടായി മൊത്തം പെങ്കുച്ചിട്ട് കൊടുക്കുന്നില്ല തോന്നുന്നു. ആരാടാ അവൻ? അവനാ ജ്യോതിയുടെ പുറകനാണല്ലോ. അവൾ അവന് വീണുന്നോ തോന്നുന്നേ. ആ ജോയലി, ഇത് ഏതാടാ നീ? എന്ത്? ജോയലി ഇവന്റെ കസിനാണ്. ജോയലി വീട്. വീട് വിളിച്ചിട്ട് പോടി. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് എഴുതിക്കോ. ആരെങ്കിലും കോപ്പി അടിക്കാൻ ശ്രമിച്ച അറിയാലോ. അയ്യോ, എന്നാടാ അവിടെ? എന്നാ പ്രശ്നം? സാറേ, ഇവന്മാരാ. ഞാൻ പേപ്പർ കൊടുക്കാഞ്ഞിട്ട്. എണീക്കടാ, ഇറങ്ങടാ. എടാ, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ. ഒച്ചയൊന്നും എടുക്കണ്ട, അല്ലേലും പോവായിരുന്നു. എന്നാടാ, നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ജോയല്ലേ, നിങ്ങളിരുന്ന് എഴുതിക്കേ. എഴുത്. എന്താ ടീച്ചറെ, എന്നെ കാണണമെന്ന് പറഞ്ഞേ? ജോയൽ വീട്ടിലിപ്പോ എങ്ങനാ? മിടുക്കനാ. എന്നാന്നേ? മിടുക്കനാന്ന് വെച്ചാ
പഴയതുപോലെ കൃത്യസമയത്തൊക്കെ വരാറുണ്ടോ? പഠിത്തം അതൊക്കെ കൃത്യമായിട്ട് വരാറുണ്ട്. അതങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ലല്ലേ? അതന്നെ ടീച്ചറെ. അവന്റെ ഓരോ കാര്യങ്ങളും അവനേക്കാൾ നന്നായിട്ട് അറിയുന്ന ചേട്ടായി. അങ്ങനെയാ ദാവീദിനെ കുറിച്ച് അവൻ എഴുതിയിരുന്നത്. അതങ്ങനെ തന്നെയാ ഇപ്പോഴും ഈ ഇടയായിട്ട് ദാവീദിന്റെ പൂർണ്ണമായൊരു ശ്രദ്ധ അവന് കിട്ടാതെ വന്നിട്ടുണ്ട്. ശരിയല്ലേ? അതവന്റെ ക്യാരക്ടറിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ടീച്ചർ എന്നൊക്കെ പറയണേ, എന്നാ ടീച്ചറെ പ്രശ്നം? ഇച്ചിരി പ്രശ്നമാണ് ദാവീദേ. ദാവീദേ, ടെൻഷൻ ആവാനല്ല, കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ ഞാനിതൊക്കെ പറയണേ. ടീച്ചറെ, ജോക്കുട്ട് അവനിപ്പോ എവിടെയാ ടീച്ചറെ? ദാവീദേ, ദാവീദേ, ഞാൻ പോയി നോക്കട്ടെ. ദാവീദേ, നിക്ക്. എന്റെ ദൈവമേ, ടീച്ചർ പറഞ്ഞൊന്നും സത്യമാവല്ലേ? എന്തേ താമസിക്കണേ? ജോലേ, നീ ഇത്രയും താമസിച്ചേ? ക്ലാസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ക്ലാസ്. അമ്മച്ചി കഴിക്കാനൊക്കെ വരട്ടെ. നിനക്ക് ഇന്ന് എന്നാ വിഷയമായിരുന്നു സ്പെഷ്യൽ ക്ലാസ്? ചേട്ടാ എന്താ ഒരു പോലീസുകാരെ പോലെ? ചോറ് വേണോ, കപ്പയും മീനും വേണോ? അതൊക്കെ എടുക്കാൻ പറ്റേ. നിന്നെ പരീക്ഷകളിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നോ? പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ നോക്കിയാൽ ഇവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാ മച്ചി. ആ ജാൻസി ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു. അവർക്ക് പ്രാന്ത. നീ എന്നാടാ പറഞ്ഞേ? ചേട്ടായി വേണ്ട, ചേട്ടായി വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട. ജോയലേ, ആവശ്യമില്ലാത്ത കാര്യോ? നീ ആണോടാ ഏട്ടായിക്ക് ആവശ്യമില്ലാത്ത കാര്യം? അമ്മച്ചിക്ക് അറിയോ, ഇവന്റെ കൂട്ടുകെട്ട് മാറി സകല കുരുത്തക്കേടുള്ള കുഴപ്പം പിടിച്ചോമാരട്ടെ ഇവന്റെ കമ്പനി. എന്റെ കൂട്ടുകാരൊന്നും പറയാൻ നിൽക്കണ്ട, കുഴപ്പം നിങ്ങൾക്ക് തന്നെ. ഞാൻ 5000 രൂപ വെച്ചിട്ട് തന്നായിരുന്നോ? ഞങ്ങൾ ആരോ അറിയാതെ ബാങ്കിന്റെ 5 ലക്ഷം രൂപ എടുത്ത പെണ്ണിനോടുത്ത് ഞാൻ അറിഞ്ഞായിരുന്നു. നിർത്തടാ, നിന്നോട് ആരോ ഇതൊക്കെ പറഞ്ഞത്? അവൻ എന്റെ അനുവാദം വാങ്ങിച്ച ഇതൊക്കെ ചെയ്തത്. അമ്മച്ചി വേണ്ട. ഓഹോ, അപ്പൊ രണ്ടുപേരും അറിഞ്ഞോണ്ടായിരുന്നല്ലേ കളക്ടറാക്കാൻ നടക്കുന്നു? അതെ, ഇനി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, മനസ്സിലായല്ലോ. പിന്നെ നിങ്ങൾ വെറുതെ അപ്പം കളിക്കാനൊന്നും വരണ്ട. അയ്യോ ജോയലേ, അമ്മച്ചി വന്നേ, എനിക്ക് വിശക്കുന്നു. എടാ, അനിയന്മാരാകുമ്പോഴേ ചേട്ടന്മാരെ കേട്ട് കൊടുക്കും, ചിലപ്പോ കൈ വെച്ചൊന്നും വരും. എന്റെ മോനെ ജോയലേ, വീട്ടില് ബാക്കിയുള്ളവരൊക്കെ പേടിപ്പിച്ച് നിർത്തണം, അതിന് നമ്മുടെ കഴിവ്. അത് കള. ഇന്നലെ മോലെ ഞാൻ ഒരു പ്ലാനിങ്ങിലാ. എന്നാടാ? എന്നാന്ന് വെച്ചാലേ ഈ 50-100 നക്കാപ്പിച്ച വീട്ടിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റുന്ന പാടറിയാലോ, അത് നിർത്തണം. ഒറ്റ വീട്ടിന് ഒരു എമൗണ്ടിങ് പോരണം. നീ എന്താ ഉദ്ദേശിക്കണ? കമ്പ്യൂട്ടർ ലാബ് മെയിൻ്റെനൻസ് ഉള്ള ഫണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ അച്ഛൻ പറഞ്ഞ കേട്ടതാ, നാളെ ക്യാഷ് ഓഫീസിലെത്തും 2 ലക്ഷം. അത് നമ്മളിങ്ങ് എടുക്കുന്നു. മോഷണോ? ഞാനില്ല, എന്നെ വിട്ടേക്ക്. പോലെ എല്ലാരും അകത്ത് പോകുന്ന കേസാ, അതുമല്ല മോഷണോ. വേണ്ട, ഞാനില്ല. എടാ, നീ ആദ്യം പറയണേക്ക്. നല്ലോണം പ്ലാൻ ചെയ്താൽ ആരും അറിയാൻ പോണില്ല. ചേട്ടത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും മാഷ് സംശയം അങ്ങോട്ട് പോക്കോളൂന്നേ. ജോയലേ, കമ്പനി എന്നൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാത്തിലും ഒന്നിച്ച് നിൽക്കില്ല, അല്ലാതെ കാല് പറയാൻ പറ്റുകയില്ല. ഒന്നുമില്ല ജോലിയാ. ഉച്ചയൂണ് കഴിഞ്ഞാൽ 1 മണിക്കൂർ അച്ഛൻ പുറത്തു, അതാണ് നമ്മുടെ ടൈം. നീ ഒന്ന് കൂടി നിന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ദാവീദുണ്ടല്ലോ അല്ലേ? അച്ഛോ, എന്റെ കുഞ്ഞ്.
കൊള്ളാം. അവൻ എന്തോ ചെറിയ വിവരക്കേട് കാണിച്ചെന്ന് വെച്ച് നീ നിന്റെ മനസ്സിൽ തന്നെ പറിച്ചു മാറ്റിയോ? എന്നാടാ ഇത്? കടയും തുറക്കുന്നില്ല അല്ലയോ? എന്തിനാണ് അച്ഛാ വെറുതെ? ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എടാ ദാവിദേ, എന്നെ വിട്ടേക്കച്ചോ. എന്നാ പറഞ്ഞേ? വിട്ടേക്കാനോ? വിട്ടടാ, നിന്നെ വിട്ടു ഞാൻ. വലിയ ഈശോ ഭക്തൻ, ബൈബിള് കാണാപ്പാടം, ദിവസം പള്ളിയിലൊന്ന് മുട്ടുകുത്തൽ, കരോള്, പ്രാർത്ഥന, കുംഭസാരം. എന്നിട്ടിതാ ഒരു പ്രശ്നം വന്നപ്പോ നിൽക്കുന്നു ഒടിഞ്ഞുകുത്തി വട്ട പൂജ്യം പോലെ. കർത്താവിനെ മറന്നു, വചനങ്ങളും മറന്നു. എന്നിൽ വിശ്വാസപ്പെട്ടവൻ ഒന്നിലും ഭയക്കില്ല, അവന്റെ രക്ഷയ്ക്കോ ഞാനുണ്ടായിരിക്കും. വചനം ഓർമ്മയുണ്ടോടാ? നീ വലിയ കേമത്തുള്ള തയ്യക്കാരനല്ലേ? ജീവിതത്തിന്റെ സ്റ്റിച്ചിന് ഒരു കോട്ടം വന്നു. ആ തുണി ചുരുട്ടിയെറിയണോ, അഴിച്ചു തുന്നി കൃത്യമാക്കി ധരിക്കണോ? പറ. ഒരു കുഞ്ഞു തുണിക്കഷ്ണം കണ്ണിമ വെട്ടാതെ തുന്നി പിടിപ്പിച്ചു വന്നു. അത് പില്ലച്ചോ. അതിന്റെ അളവും തുന്നലൊക്കെ തെറ്റായിപ്പോയി. നിന്റെ പേരെന്താടാ? പേര് പറയടാ. ദാവീദ്. ആരാടാ ദാവീദ്? പറയടാ. ഇസ്രയേലിന്റെ രാജാവ് ദുല്ലാതിരിക്കുന്നു. സുഖമായിരിക്കട ദാവീദേ. ഒന്ന് ചിരിച്ചേ. ചിരിക്കട ദാവീദേ. ലീലാമോ, 2 ചായ എടുത്തേ. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. വാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പാസ്പോർട്ട്, വിസ, അങ്ങനെ ആകെ തിരക്കായിരുന്നു കുറച്ചു ദിവസം. ഒക്കെ ശരിയായി. 20-ാം തീയതിക്ക് മുന്നേ പോവാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കർത്താവ് ഒരാളെ കണ്ണീരാണ് എപ്പോഴും ആദ്യം കാണുന്നത്. നിന്റെ വിഷമങ്ങൾ കർത്താവ് കണ്ടു. കർത്താവ് വല്യപ്പച്ചന്റെ രൂപത്തിൽ വന്ന എന്നെ സഹായിച്ചേ. ആ 5 ലക്ഷം രൂപ അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ അർഹിക്കാത്ത സ്തുതിയ ഇക്കാര്യത്തിൽ കുറെ കാലമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്റെ കുറ്റബോധം കൂട്ടുക. എന്നാ വല്യപ്പച്ച? ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. നീ മനസ്സ് കൊടുത്തു കഴിഞ്ഞ ആള് തന്നെയാ നിന്റെ രക്ഷകനായി വന്നത്. എന്നാ ഞാൻ മനസ്സ് കൊടുത്ത ആളോ? ദാവീദ്. ദാവീദോ? ദാവീദാണോ 5 ലക്ഷം രൂപ തന്നെ? അവനാ നിന്നെ സഹായിച്ചെന്നുള്ള കാര്യം നിന്നോട് പറയില്ലെന്ന് എന്നോട് വാക്കും മേടിച്ചായിരുന്നു. ഇപ്പൊ നിന്റെ ഇഷ്ടം അവനിലേക്ക് ചെന്നപ്പോ വല്യപ്പച്ചൻ എന്നെ ഒക്കെ പറയുന്നേ. ഞാൻ ദാവീദിനെ ഇഷ്ടപ്പെട്ടെന്നോ? ഞങ്ങള് ഫ്രണ്ട്സാ, നല്ല ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ദാവീദുമായിട്ട് സംസാരിക്കും, എനിക്ക് ലിഫ്റ്റ് തരും, വീട്ടിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതെങ്ങനെയാ ഇഷ്ടാവുന്നേ? ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. പക്ഷെ മോളെ, അവന്റെ മനസ്സില് നീ വെറും ഒരു ഫ്രണ്ട് മാത്രമല്ല. പിന്നൊരു കാര്യം, നിന്റെ മനസ്സിൽ അവനൊരു സ്ഥാനവുമില്ലെന്നുള്ള കാര്യം ഇപ്പൊ അവൻ അറിയണ്ട. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമാവസ്ഥയിലാണ് അവനിപ്പോ. ക്ലർക്ക് ലീവില. കമ്പ്യൂട്ടർ ലാബിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഫണ്ടാ. ഒരു 1.5 ലക്ഷം രൂപ വരും. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഓ, അങ്ങനെ ആരെയും പ്രത്യേകിച്ച് ആരെയും സംശയമില്ലാത്ത സ്ഥിതിക്ക് എല്ലാവരെയും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. സാധാരണ ഇത് പൂട്ടി താക്കോലാരാ കൊണ്ടുപോകാറുള്ളേ? അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല, ഓഫീസിൽ മേശയിലാ സൂക്ഷിക്കുന്നത്. ഈ പേന ആരുടേതാ?
കുട്ടികളെ അല്ല, ആ സ്കൂളിലെ ചില അധ്യാപകരെ നമുക്ക് ആദ്യം നന്നാക്കാനുള്ളത്. അച്ഛാ ഒരു മിനിറ്റ്. ആ ടീച്ചറാ. ഹലോ ദാവീദേ, എന്തുകൊണ്ട് വിശേഷം? ആ സുഖം. ഞാനൊരു കാര്യം പറഞ്ഞ ദാവീദ് ടെൻഷൻ ആവരുത്. എന്നാ ടീച്ചറെ? സ്കൂളിൽ നിന്ന് കുറച്ച് കാശ് മോഷണം പോയിട്ടുണ്ട്. പോലീസിന്റെ സംശയം നമ്മുടെ ജോയലിന്റെ ഗ്യാങ്ങിന് നേരെ വരാൻ പോണേ. ടീച്ചർ തന്നെ പറയുന്നേ. എന്നും വെച്ച് അവനെ കള്ളനാക്കും പോലെ ഇങ്ങനെ ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാ ദാവീദ് ഇതെന്താ പറയണേ? ഞാനൊരു ടീച്ചറാ, ജോയൽ എന്റെ സ്റ്റുഡന്റും. ജീവൻ പോയാലും ഞാൻ എന്റെ സ്റ്റുഡന്റിനെ പറ്റി കള്ളം പറയില്ല. ആ ഗ്യാങ് എന്നെ മോഷ്ടിച്ചെന്ന് ഉറപ്പാ. എന്തുറപ്പ്? ജോയലിന് ഞാൻ ഗിഫ്റ്റായി കൊടുത്ത പേനയാ പോലീസിന് സംഭവ സ്ഥലത്ത് നിന്നും തെളിവായി ലഭിച്ചേക്കണേ. ഹലോ ദാവീദേ, ഹലോ ഹലോ. രാവിലേട്ടാ പോലീസ്. ഒന്ന് വണ്ടി കയറി. എന്നാ സാറേ പ്രശ്നം? രാവിലേട്ടാ എന്നാ കാര്യം? മാറിക്കടാ, ഒന്ന് ജീപ്പി കയറാ. അതെന്നാ സാറേ കാര്യം പറയാത്ത ദാവീട്ടിന് അങ്ങോട്ടും വരത്തില്ല. എവനെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ മെയിൻ്റെനൻസിലുള്ള ഫണ്ട് മോഷ്ടിച്ചതാ. ഇല്ല സാറേ, ദാവീദ് ഒരിക്കലും അങ്ങനെ ചെയ്യൂല, അല്ലേ? ആ കാശ് മോഷ്ടിച്ചത് ഞാനാ. രാവിലേട്ടാ എന്നാത്തിന് എങ്ങനെയൊക്കെ ഇറങ്ങി വാടാ. എവനെ അങ്ങോട്ട് കയറ്റി കേറാ. ദാവീദ് സ്കൂളിലെ പണം കെട്ടതാ. എന്നടാ നീയൊക്കെ കൂടെ മോഷ്ടിച്ച കാശ് അത് തിരിച്ചാണോ? എങ്ങനെ? ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ അവനെ കാശ് എനിക്ക് കിട്ടണം കേട്ടാ പോന്നീ. ഇനി എന്റെ കൺമുന്നി കണ്ടുപോരുത്. എന്നതാ മോളെ? എന്നതാ അച്ഛയ? ആരാ? എന്നാണോ? എന്നാന്നറിയില്ലെന്നേ. സ്കൂളുകാർ വന്നിട്ട് മോഷണം നടന്നിട്ടില്ല, പരാതിയില്ല എന്നൊക്കെ എഴുതി തന്നിട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ അവൻ അകത്തായനെ. പിന്നെ അവരെവിടെ എത്തിച്ച അച്ഛനാണെന്നൊക്കെ എനിക്കറിയാം. എനിക്കുറപ്പുണ്ട് ഇവനല്ല ഇത് ചെയ്തേന്ന്. കുറ്റം എന്തിനാ ഏറ്റേന്നൊക്കെ പറയിപ്പിക്കാൻ എനിക്കറിയാം. പിന്നെ എന്തോ ഒരു സിമ്പതി. സാറിന് തോന്നിയ ദയവ് അത് അവന്റെ നന്മയ്ക്ക് ദൈവം കൊടുത്ത കൂലിയാ. പിന്നെ ഞാൻ ആ മാഷുമാരെ കണ്ടു എന്നുള്ള നേരാ. വരൂ. അച്ഛോ, വണ്ടി നിർത്താവും.
നീ കാണിച്ചതൊരല്പം അബദ്ധമായിപ്പോയി. നിന്റെ ജീവിതം വെച്ചായിപ്പോയി ഈ പരീക്ഷണം. അവനും കൂടെ ചേർന്നാണ് അച്ചു എൻ്റെ ജീവിതം. തെറ്റ് ചെയ്ത് അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണോ അതോ ഇനി ഒരിക്കലും വഴി തെറ്റാതെ ഒരു ശ്രമം നടത്തണം? ഈ ചോദ്യമായിരുന്നു അച്ചു എൻ്റെ മനസ്സ് മുഴുവൻ. നിയമത്തിന് ശിക്ഷ കൊടുക്കാൻ പറ്റും, പക്ഷേ മനസ്സ് മാറ്റാൻ പറ്റണമെന്നില്ലല്ലോ. ജീവിതത്തിൽ ഞാൻ ജയിച്ചോ തോറ്റോ എന്നറിയാനുള്ള ഒരു പരീക്ഷ കൂടിയായിരുന്നു ഇത്. നേടിയോ അതോ വീണുപോയെന്ന് ഇന്നറിയാം. ഇടയന്റെ ശ്രദ്ധ കിട്ടാത്ത ആട്ടിൻപറ്റം വഴിതെറ്റിപ്പോകുമെന്നാണല്ലോ. ദാവീദ് പുതിയൊരു ലോകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അനുജൻ വഴിമാറി നടക്കാൻ തുടങ്ങിയത് ദാവീദ് അറിഞ്ഞില്ല. പുതിയൊരു ലോകത്തായിരുന്ന ദാവീദ് ഇതായിപ്പോ കൈവിട്ടുപോയ കുഞ്ഞാടിനെ തിരികെ കൊണ്ടുവരാനുള്ള തെരച്ചിലാണ്. ജോയിലെ കണ്ടായിരുന്നോ? ഇല്ല. ഈ സമയത്ത് അവനെങ്ങും പോകാറില്ലെന്നേ. ഇതെന്താ പറ്റിയ? എന്നാലും അവനിത് എവിടെ പോയതായിരിക്കും? എവിടെ ചെന്ന് അന്വേഷിക്കുന്നേ? എന്റെ ദൈവമേ, എനിക്കിത് ജീവിക്കണ്ട. ആരെങ്കിലും ഓടി വന്നേ. ഞാൻ പറയാ ശരി, നീ എന്താ ചെയ്തോ? പക്ഷെ നോക്കൂട്ടാ, നീ പോയ നിന്റെ പുറകെ ഞാനുണ്ടോ? നീ ഏട്ടാക്കി ജീവിക്കണ്ട. ജോക്കുട്ടാ, നിന്നൊരിക്കലും കരയിക്കില്ലെന്ന് ശബ്ദം ചെയ്തവരെ ഞാൻ.
പക്ഷെ നീ കരയണ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു. ഈ ഏട്ടായിട്ടുള്ള ഇഷ്ടമായി കണ്ണീര്. ഞാൻ നിനക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്ത് സ്റ്റേഷനിൽ കയറിയപ്പോ നീ നിന്റെ ജീവൻ തന്നെ പകരം തരാൻ തുടങ്ങി. മതി, ഈ ഏട്ടായിക്ക് അത് മതിയടാ. എന്റെ മോൻ ആ തിരിച്ചറിവുണ്ടായത്. കുറ്റം ഏട്ടായുടെ രക്ഷകർത്താവെന്ന് വെച്ചാ എപ്പോഴും കണ്ണു തുറന്നിരിക്കണം. പക്ഷെ ഞാനെപ്പോഴും ഇല്ലേട്ടായി, അങ്ങനൊന്നുമില്ല. ഏട്ടാ എന്നെ എന്റെ ഹീറോ. സത്യം. എന്നാ വാ, വീട്ടിലേക്ക് വാ. അമ്മച്ചി ഇവിടെ കാത്തിരിക്കുക. മനുഷ്യൻ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ പദം. മനുഷ്യന്റെ സൗന്ദര്യം കുടികൊള്ളുന്നതോ അവന്റെ ഹൃദയത്തിലും. ഹൃദയം കൊണ്ട് നേടുന്നതും ഹൃദയം കൊണ്ട് കീഴടക്കുന്നതുമാണ് മഹത്തായ വിജയങ്ങൾ. ഇതാ ജ്യേഷ്ഠനെ തിരിച്ചറിഞ്ഞ അനുജനും അനുജന് വേണ്ടി ത്യാഗം ചെയ്ത ജ്യേഷ്ഠനും. അവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ദൈവമുണ്ട്. അവരുടെ പാതയോ ഇനി പ്രകാശം നിറഞ്ഞതും. സന്തോഷ വർത്താനാണല്ലോ. ആ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ദാ ചായ. ടീച്ചറാ, റിസൾട്ട് വന്നു. നമ്മുടെ ജോയിലാണ് ടോപ്പ് സ്കോറർ. അറിഞ്ഞു, സന്തോഷായി. വേറെന്ത് വിശേഷം ടീച്ചറെ? ഇങ്ങനെയങ്ങ് പോകുന്നു. ഞാൻ വിളിക്കാം. ഹലോ ടീച്ചറെ. ഹലോ. ഇനി നമുക്കൊന്ന് ഹാപ്പിയാണ്.